അപ്പൊ എല്ലാവർക്കും എൻ്റെ വലിയ ഹായ്. നമ്മൾ ഇന്ന് എന്താ പഠിക്കാൻ പോകുന്നത്? നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ജൈനിസം. ഓക്കെ, ജൈനിസാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇതാണ് ഡിസ്കസ് ചെയ്തത്, വേദിക് പീരീഡ് അല്ലേ? വേദിക് പീരീഡ് എന്ന് പറയുമ്പം നമ്മൾ ലേറ്റർ വേദിക്കും ഏർലി വേദിക്കും എല്ലാം പഠിച്ചു. ഓക്കെ, അങ്ങനെ വേദിക് പീരീഡ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പറയാനുള്ള ഏറ്റവും മെയിൻ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ജൈനിസമാണ്. ഇപ്പൊ ജൈനിസത്തിനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, ജൈനിസം എന്ന് പറയുന്ന ഒരു സംഭവം വന്നതിന് ശേഷം നമ്മുടെ ഇന്ത്യൻ കൾച്ചർ, ഇന്ത്യൻ എക്കണോമി എല്ലാം ഒരുപാട് ചേഞ്ച് ചെയ്തിട്ട് ഈവൻ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ സിറ്റുവേഷൻസ് വരെ ജൈനിസം കാരണം കുറേ ചേഞ്ച് ആയിട്ടുണ്ട്. അത് ജൈനിസത്തിന്റെ ഇമ്പോർട്ടൻസ് പറയുകയാണെങ്കിൽ അതിൽ നമ്മുടെ ഈവൻ ഗാന്ധിയുടെ മെയിൻ ഒരു പ്രിൻസിപ്പിൾ എന്തായിരുന്നു? നോൺ വയലൻസ് അല്ലേ? ഈ നോൺ വയലൻസ് എന്ന് പറയുന്ന സംഭവം ശരിക്കും ജൈനിസത്തിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ അത്ര ഇമ്പോർട്ടൻസ് നമ്മുടെ ഇന്ത്യൻ എക്കണോമിക്ക് ജൈനിസം കാരണം ഉണ്ടായിട്ടുണ്ട് അല്ലേ? അപ്പം ജൈനിസം എന്ന് പറയാൻ ഇപ്പൊ പറയുവാണെങ്കിൽ ഒരു 6th അല്ലെങ്കിൽ ഒരു 5th സെഞ്ചുറി എടുക്കുവാണെങ്കിൽ ആ ഒരു ടൈമിൽ വേദിക് പീരീഡ് അല്ല, വേദിക് കൾച്ചർ അതിൻ്റെ പീക്ക് സിറ്റുവേഷനിൽ നിൽക്കായിരുന്നു. ഓക്കെ, വേദിക് കൾച്ചർ അതിൻ്റെ പീക്കെത്തി നിൽക്കായിരുന്നു. ആ പീക്കെത്തി നിൽക്കുന്നതുകൊണ്ട് തന്നെ കുറേ റിച്വൽസും അതേപോലെ തന്നെ ഒരു ആവശ്യമില്ലാത്ത കുറേ റിജിഡ് കൾച്ചറൽ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കുറേ കൾട്ടുകൾ ഉണ്ടായി. അപ്പൊ ആ സമയത്ത് ഇതിനെതിരായിട്ട് കുറേ പ്രൊട്ടസ്റ്റുകൾ വന്നു. എന്തിനാണ് പ്രൊട്ടസ്റ്റ്? കാരണം വർണ്ണങ്ങളായിട്ട് തിരിച്ചു, ബ്രാഹ്മിൻസ് മാത്രം ഇത് ചെയ്യാൻ പാടുള്ളൂ, അവർക്ക് കുറച്ചും കൂടി പവർ കിട്ടി, അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടായപ്പോൾ ഇതിനെതിരായിട്ട് കുറേ ആൾക്കാർ അതിനെതിരായിട്ട് പ്രൊട്ടസ്റ്റ് കൊണ്ടുവന്നു. എസ്പെഷ്യലി എവിടെ വെച്ചിട്ടായിരുന്നു? എസ്പെഷ്യലി പാഞ്ചാല എന്ന് പറഞ്ഞ സ്ഥലം, അതേപോലെ തന്നെ പിന്നെ ഇതുണ്ടായിരുന്നത് വിദേഹ എന്ന് പറയുന്നത്. ഓക്കെ, ഈസ്റ്റേൺ UP ഭാഗത്താണ് അതൊക്കെ ഉള്ളത്. ആ ഒരു ഭാഗത്തുള്ള പാഞ്ചാല, വിദേഹയിലൊക്കെയാണ് ഇത്രയും പ്രൊട്ടസ്റ്റുകൾ ഈ ഒരു കൾച്ചറിനെതിരായിട്ട് വന്നു തുടങ്ങിയത്. അങ്ങനെ നമുക്ക് 600 BC ആയപ്പോഴേക്കും, ഓക്കെ, 600 BC-യിൽ ഉപനിഷത്സ് ഉണ്ടാക്കി. ഓക്കെ, ഉപനിഷത്ത് ഞാൻ ഉപനിഷത്തിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഉപനിഷത്സ് കമ്പൈൽ ചെയ്തത് ആ സമയത്തായിരുന്നു. അപ്പൊ ഉപനിഷത്തിന്റെ ഉള്ളിൽ അത് വന്നപ്പോ തന്നെ എന്ത് ക്രിട്ടിസൈസ് ചെയ്തു? ഈ ഉണ്ടായിരുന്ന റിച്വലിനെയൊക്കെ ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്തു. അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്തപ്പം അത് ആ റിച്വൽസ് ഒന്നും വേണ്ട, നമുക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് നോളേജിന് കൊടുക്കാം. അതായത് ആൾക്കാർക്കുള്ള നോളേജിന്, സ്ട്രെസ് ഓൺ നോളേജ്, നമുക്ക് അറിവിന് കൊടുക്കാം. അല്ലാണ്ട് കൂടുതൽ ഈ റിച്വൽ എല്ലാം ഇങ്ങനെ പൂജ നടത്താം അങ്ങനെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ മാറ്റി കുറച്ചും കൂടി അറിവിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തു തുടങ്ങി. അപ്പൊ ഇത് വന്നതിന് ശേഷം കുറച്ച് ചേഞ്ചസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, സോറി കേട്ടോ, ഞാൻ ചേഞ്ചസിന് എപ്പോഴും ഈ ഒരു സൈനാണ് ഉപയോഗിക്കുന്നത്, എന്താന്ന് അറിഞ്ഞൂടാ. അപ്പം ഈ കുറച്ച് ചേഞ്ചസ് വന്നിട്ടുള്ള എന്താന്ന് നോക്കാം. ഈ ഒരു ടൈമിൽ, അല്ലാണ്ട് ഈ റിച്വൽസ് കാരണമല്ല, ഈ ഒരു ടൈം പീരീഡിൽ ആ ഒരു സമയത്ത് ഉണ്ടായ കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതായത് ടെറിട്ടോറിയൽ കിങ്ഡം സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ടെറിട്ടോറിയൽ കിങ്ഡം, അതായത് ഓരോ സ്റ്റേറ്റ് അല്ലെങ്കിൽ ആ ഒരു ഓരോ രാജ്യങ്ങൾ പോലെ ഉണ്ടായിട്ട് അത് സ്റ്റാർട്ടായി. അപ്പൊ അത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ അവർക്ക് കിങ് ആയി, ആ കിങ് അവർ റൂൾ ചെയ്യും. ഈ ടെറിട്ടോറിയൽ കിങ്ഡമിനെ നമ്മൾ ജനപദാസ് എന്നാണ് വിളിച്ചിരുന്നത്. ജനപദാസ്, അതിന് ടെറിട്ടോറിയൽ കിങ്ഡം ഉണ്ടായി, അതിന് ജനപദാസ് എന്ന് വിളിച്ചു. അത് റൂളറിനുണ്ടാവും, ക്ഷത്രിയ റൂളേഴ്സ് ആണ് അതിനുണ്ടായിരുന്നത്. ഓക്കെ, ക്ഷത്രിയ വർണ്ണയിലുള്ള റൂളേഴ്സ് ആണ് അതിന് ഭരിച്ചിരുന്നത്. ഓക്കെ, അപ്പം ഈ സമയപ്പോഴേക്കും വാർ നടക്കുന്ന എന്തിനായി? ടെറിട്ടോറിയൽ ക്യാപ്ചറിന് വേണ്ടിയിട്ട്, അതായത് കൂടുതൽ രാജ്യം കിട്ടാനാണ് ഇപ്പൊ വാർ നടക്കുന്നത്, അല്ലാണ്ട് പണ്ടത്തെ പോലെ കാറ്റിലിനെ കിട്ടാൻ വേണ്ടിയിട്ടല്ല. പിന്നെ ഈ ഒരു സമയത്ത് തന്നെയാണ് മഹാഭാരതം ഉണ്ടായത്. ഓക്കെ, അതിപ്പോ നമ്മൾ ഓരോ രാജ്യങ്ങളുടെ പേര് പറയും, അപ്പൊ തന്നെ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. മഹാഭാരതം ഉണ്ടായെന്ന് പറയുന്നത് ഈ ഒരു പീരീഡിലാണ്. ഓക്കെ, മഹാജനപദ്സ് വന്നു. ആ മഹാജനപദ്സ് തമ്മിലുള്ള യുദ്ധങ്ങൾ അല്ലെ, അതൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ടൈം പീരീഡിലാണ് മഹാഭാരതം ഉണ്ടായത്. പിന്നെ വന്നിട്ടുള്ള ഒരു ചേഞ്ച്, നമ്മുടെ ഈ ഒരു സൊസൈറ്റി എന്ന് പറയുന്നത് പാസ്റ്റോറൽ സൊസൈറ്റി ആയിരുന്നു അല്ലെ, കൂടുതൽ കാറ്റലിനെ ഡിപ്പെൻഡ് ചെയ്ത് അങ്ങനെ ഒരു സൊസൈറ്റി ആയിരുന്നു. അത് മാറി തിരിച്ച് നമ്മുടെ പഴയ അഗ്രികൾച്ചർ സൊസൈറ്റിയിലോട്ട് മാറി. ഓക്കെ, അഗ്രികൾച്ചർ സൊസൈറ്റിയിലോട്ട് മാറി ഈ ഒരു ടൈം ആയപ്പോഴേക്കും. പിന്നെ കുറേ സെക്റ്റുകൾ ഉണ്ടായി. ഈവൻ നോർത്തിൽ തന്നെ 62 സെക്റ്റുകൾ വന്നു.
ഇന്ത്യയുടെ നോർത്ത് ഭാഗത്ത് 62 സെക്റ്റുകൾ സ്റ്റാർട്ട് ചെയ്തു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് രണ്ടെണ്ണമായിരുന്നു. അത് നമ്മുടെ ബുദ്ധിസവും അതേപോലെ തന്നെ ജൈനിസവും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബുദ്ധിസം ജൈനിസവും അത് കാരണം സൊസൈറ്റിയിൽ വന്നിട്ടുള്ള ചേഞ്ചസും ഇതെല്ലാം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാം അല്ലേ? നമുക്കിപ്പോൾ ആദ്യം ജൈനിസം പറ്റി പഠിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബുദ്ധിസത്തിലോട്ട് കിടക്കാം. ഇപ്പൊ ജൈനിസം. ഈ ജൈനിസം വരാൻ കാരണം എന്തായിരുന്നു? ഇതിന്റെ ഒറിജിന് വേണ്ടിയിട്ട് കോസസ് ഓഫ് ഒറിജിൻ എന്തായിരുന്നു എന്ന് നോക്കാം. എന്തിനാണ് ജൈനിസം വന്നത്, അല്ലെ എന്തുകൊണ്ടാണ് ജൈനിസം വന്നത്? ഈ ലേറ്റർ വേദിക് പീരീഡില് നമുക്ക് വർണ്ണാസ് വന്നല്ലോ ഇല്ലേ? ഈ വർണ്ണാസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് 4 ഒന്ന് ബ്രാഹ്മിൻസ്, അതാണ് ഏറ്റവും ടോപ്പിലുള്ളത്. അത് കഴിഞ്ഞിട്ട് ക്ഷത്രിയാസ്, ഈ രാജ്യമൊക്കെ ഭരിക്കുന്ന അത്രയും കിങ് റോയൽ ഫാമിലി, അതൊക്കെ അതിൻ്റെ ഉള്ളിൽ വരും. അത് കഴിഞ്ഞിട്ട് വൈശ്യാസ് വരും, അതായത് നമ്മുടെ സാധാ ആൾക്കാർ, കോമണേഴ്സ്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും അടിയിലാണ് ലോവർ കാസ്റ്റ് അല്ലെങ്കിൽ ലോവർ വർണ്ണ എന്നിട്ടുള്ള ശൂദ്ര. അവർക്കെതിരെയാണ് ഈ അൺടച്ചബിലിറ്റിയും കുറെ കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടിരിക്കുന്നത്. ഇതായിരുന്നു നമ്മുടെ 4 വർണ്ണാസ്. ഈ വർണ്ണങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ. ഈ സമയം മാറിക്കൊണ്ടിരിക്കുന്തോറും ഈ ഡിവിഷൻ, അതായത് ഈ 4ആയിട്ടുള്ള ഡിവിഷൻ കുറച്ചും കൂടി റിജിഡായി. അതായത് ഇത് പാലിച്ചാൽ പറ്റും, ഇതിൻ്റെ ഉള്ളിൽ ഇത്ര പേർക്ക് ഇത്ര ഫങ്ഷൻ ചെയ്യാൻ പറ്റും, ബാക്കിയുള്ളവരെ എപ്പോഴും മാറ്റി നിർത്തണം. അങ്ങനെ റിജിഡായി സ്ലോലി. അപ്പൊ എന്തുണ്ടായി? ഇത് റിജിഡ് ആയിക്കൊണ്ടിരിക്കുമ്പം സൊസൈറ്റിയിലുള്ള ടെൻഷൻസ് കൂടി വന്നു. നല്ല ടെൻഷൻസ് ആയി. അങ്ങനെ ടെൻഷൻ കൂടി വന്ന് ആ സൊസൈറ്റിയിൽ ഈ എന്താ പറയാ വൈശ്യാസും, അതായത് താഴെയുള്ള നമ്മുടെ വൈശ്യാസും ശൂദ്രാസും ഈ മുകളിലുള്ള 2 കാസ്റ്റുകൾക്ക് എതിരായിട്ട് ഫൈറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതേപോലെ തന്നെ നമ്മുടെ ഈ ക്ഷത്രിയാസ് ബ്രാഹ്മണാസിനെതിരായിട്ടുള്ള ഈ താഴത്തെ 2 പേരും മുകളിലവരായിട്ടുള്ളവർക്ക് ദേഷ്യം ഉണ്ടായിരുന്നു, പ്രൊട്ടസ്റ്റുകൾ വന്നു. പക്ഷെ അതിനൊന്നും തെളിവില്ല. പക്ഷെ ക്ഷത്രിയാസ് ഈ ബ്രാഹ്മിൺസിന്റെ എതിരായിട്ട് നല്ലോണം വന്നിട്ടുണ്ടായിരുന്നു. അതിന് കുറെ എവിഡൻസ് ഉണ്ട്. ഓക്കെ. പിന്നെ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ വർണ്ണം വെച്ചിട്ട് ബർത്ത് ഡിസൈഡ് ചെയ്യുന്നത്, അതായത് ഒരാളുടെ മകൻ എന്തായാലും ആ വർണ്ണയുടെ ഉള്ളിൽ തന്നെ വരത്തുള്ളൂ. അപ്പൊ ആ ആള് ചെയ്തിരുന്ന ഒക്യുപ്പേഷൻ തന്നെയാണ് ആളുടെ മക്കൾക്കും ചെയ്യാൻ പാടുള്ളൂ. അതേ ഡിസ്ക്രിമിനേഷൻ അവർക്കുണ്ടോ? അങ്ങനെ ബർത്ത് കൺസിഡർ ചെയ്തിട്ട് വർണ്ണ റിലേഷൻ, അതായത് വർണ്ണയും ബർത്ത് ആയിട്ടുള്ള ഒരു റിലേഷൻ വന്നതിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ പ്രൊട്ടസ്റ്റുകൾ വരാൻ കാരണം. ആ സമയത്ത് അത്രയും അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് കുറേ സംഭവങ്ങൾ ഉണ്ടായി. മെയിനായിട്ട് നോർത്ത് ഈസ്റ്റില് ഈ അഗ്രികൾച്ചർ സൊസൈറ്റി ഉണ്ടായിരുന്നല്ലോ. അതായത് ആ ഒരു സമയത്ത് അവിടെ ഏറ്റവും മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത് അഗ്രികൾച്ചറൽ സൊസൈറ്റി ആയിരുന്നു. അപ്പൊ ഈ നോർത്ത് ഈസ്റ്റ് ഭാഗത്തും അഗ്രികൾച്ചർ സൊസൈറ്റി ആയിരുന്നു. അതേപോലെ തന്നെ ആ ഒരു ഭാഗത്ത് മെല്ലെ ഒരു റിലീജിയൻ, അതായത് ഒരു പുതിയ റിലീജിയൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വന്നിരുന്നു. അതിനെ പറ്റിയിട്ട് നമുക്ക് നോക്കിയാലോ? അതായത് ബൈ ദ എൻഡ് ഓഫ് 6th century, 6th centuryയുടെ എൻഡ് ആയപ്പോഴേക്കും ഈസ്റ്റേൺ UP, അതേപോലെ തന്നെ നോർത്ത് ആൻഡ് സൗത്ത് ബീഹാർ, ഈ 2 സ്ഥലത്ത് അയൺ യൂസിയൻസ് തുടങ്ങി. അയൺ യൂസേജ് സ്റ്റാർട്ട് ചെയ്തു. അയൺ യൂസേജ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ വലിയ ഡെൻസ് ഫോറസ്റ്റ് ഒക്കെ അവർക്ക് പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ പറ്റും. കാരണം അയൺ ടൂൾസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഫോറസ്റ്റ് മൊത്തം ക്ലിയർ. പണ്ട് മറ്റേ വുഡൻ സംഭവങ്ങളൊക്കെ ആയിരുന്നു, അത് വെച്ചിട്ട് ഒരു ഫോറസ്റ്റ് ഒന്നും ക്ലിയർ ചെയ്യാൻ പറ്റില്ല അല്ലെ? ഡെൻസ് ഫോറസ്റ്റ് ഒക്കെ ഒറ്റയടിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റി. അത് ഫാസ്റ്റായി. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥലത്ത് മെല്ലെ പീപ്പിൾ വന്നിട്ട് വലിയ സെറ്റിൽമെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ പെട്ടെന്ന് ഒരു വലിയ ലാർജ് സെറ്റിൽമെന്റ് അവിടെ സ്റ്റാർട്ട് ചെയ്തു. അതും ലാർജ്ലി ഒരുപാട് കുറേ പേര് വന്ന് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അത് ലാർജ്ലി അവിടെ സെറ്റിൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ വൈഡ്ലി സ്പ്രെഡ് ആയിട്ട് അവിടെ അവർ അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്തു. അതാണ് പെട്ടെന്ന് നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ഒരു അഗ്രികൾച്ചർ സൊസൈറ്റി ഡെവലപ്പ് ആയത്. അങ്ങനെ അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ അതിൻ്റെ അടുത്ത് സിറ്റീസ് വരും അല്ലേ? അപ്പം അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് നമ്മുടെ സിറ്റീസ് വന്നു. കാരണം അഗ്രികൾച്ചർ തുടങ്ങുമ്പോൾ തന്നെ അവിടെ ആൾക്കാർ സെറ്റിൽ ചെയ്ത് സെറ്റിൽമെന്റ് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ സിറ്റീസ് വന്നു. അങ്ങനെ അവിടെ മെയിൻ ആയിട്ടുള്ള വന്ന സിറ്റീസ് ഏതൊക്കെ നോക്കിയാലോ? കുഷിനഗർ, പിന്നെ കൗശംബി, പിന്നെ വാരണാസി. കുറേ പേരുകൾ നമുക്ക് സിറ്റീസ് അല്ലെങ്കിൽ നമുക്ക് നല്ല ഫെമിലിയർ ആയിട്ടുള്ള പേരൊക്കെ കേൾക്കാൻ പറ്റും. വൈശാലി, പിന്നെ ചിരന്ത്,
പാട്ടലിപുത്ര, രാജ്ഗീർ, പിന്നെ താരാദ്, പിന്നെ ചമ്പ. അപ്പൊ ഈ സ്റ്റേറ്റ്സ് ഒക്കെ അല്ലെങ്കിൽ ഈ സിറ്റീസ് ഒക്കെയാണ് ആ ഭാഗത്ത് അപ്പൊ അഗ്രികൾച്ചർ ഒക്കെ തുടങ്ങി മെയിൻ ആയിട്ട് വരാൻ തുടങ്ങിയത്. അതിന്റെ ഒരു സ്ഥലം എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം ഇന്ത്യ ഇങ്ങനെയാന്ന് വിചാരിക്കുക, അതിൽ ഈ ഒരു ഭാഗം മൊത്തം, അതായത് ഈ ഒരു ഭാഗം മൊത്തമാണ് ഈ സിറ്റീസ് വന്നത്. ഓക്കെ, അതിൽ നമ്മുടെ ജൈനിസത്തിന്റെ മെയിൻ ഫൗണ്ടർ ആയിട്ട് ഉള്ള വർത്തമാന മഹാവീര ഈ പറയുന്ന എല്ലാ സിറ്റീസായിട്ട് എന്തെങ്കിലും ഒരു റിലേഷൻ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, അയാള് ഇവിടെ വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിലേഷൻ ഈ എല്ലാ സിറ്റീസ് ഉണ്ടാവില്ല, മെജോറിറ്റി സിറ്റീസ് ആയിട്ടും ആള് അസോസിയേറ്റഡ് ആണ്. ഓക്കെ, അപ്പൊ നമുക്കിത് വഴിയെ കാണാൻ പറ്റും. പിന്നെ ഈ ടൈമിലുണ്ടായ വേറൊരു ചേഞ്ച് എന്ന് പറയുന്നത് ഫസ്റ്റ് ആയിട്ട് കോയിൻ യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അതായത് എന്ത് കോയിൻ ആണ്? പഞ്ച് മാർക്ഡ് കോയിൻ. പഞ്ച് മാർക്ഡ് കോയിൻസ്. അതായത് കുറെ ടൈപ്പ് പഞ്ച് വെച്ചിട്ടുള്ള കോയിൻസ് ആണ് ആ സമയത്ത് വന്നിട്ടുള്ളത്. അപ്പൊ ഇതുകൊണ്ട് തന്നെ ആ സമയത്ത് ട്രേഡ് കൂടി. ഓക്കെ, ട്രേഡ് സ്റ്റാർട്ട് ചെയ്തു, ട്രേഡ് നല്ലോണം കൂടി. അതുകൊണ്ട് തന്നെ വൈശ്യാസ് ആണ് ട്രേഡിങ് നടത്തുന്നത്. അപ്പൊ വൈശ്യാസിന്റെ ഇമ്പോർട്ടൻസും ആ സമയത്ത് നല്ലോണം കൂടി. ഓക്കെ, അവരാണല്ലോ ട്രേഡ് ചെയ്യുന്നത്. അപ്പൊ അവര് പുതിയതായിട്ട് ഒരു റിലീജിയൻ കൊണ്ടുവരാൻ നോക്കി. കാരണം അവർക്ക് ഇമ്പോർട്ടൻസ് കിട്ടാൻ വേണ്ടിയിട്ട് അവർ സ്വന്തമായിട്ട് റിലീജിയൻ ഒക്കെ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്, അവർ ഒരു സോഷ്യൽ പൊസിഷൻ കൂട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവര് മഹാവീറിനും അതിനെ കൂടെ തന്നെ സപ്പോർട്ട് ചെയ്തായിരുന്നു. കാരണം മഹാവീർ ജൈനിസം കൊണ്ടായിരുന്നല്ലോ, മഹാവീറിനും ഇവരുടെ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. കാരണം എന്താണ്? കാരണം കുറച്ച് റീസൺസ് ആണ്. അതായത് ജൈനിസം എന്ന് പറയുന്നത് ഡിഡിൻറ്റ് ഗീവ് ഇമ്പോർട്ടൻസ് ടു വർണ്ണ സിസ്റ്റം. ജൈനിസം ഒരു ഇമ്പോർട്ടൻസും വർണ്ണ സിസ്റ്റത്തിന് കൊടുത്തിട്ടില്ല. അതാണ് ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നോൺ വയലൻസിൽ അവർ നല്ലോണം ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. നോൺ വയലൻസിന് കൊടുക്കുമ്പം എന്താണ്, വാർ എൻഡായിട്ട് ട്രേഡ് കൂടാൻ സാധ്യതയുണ്ട്, അല്ലെ? ട്രേഡ് കൂടും, അതുകൊണ്ട് തന്നെ ഇവർക്ക് ഗുണമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രിൻസിപ്പിളും ഇവരെ നല്ലോണം ഹെൽപ്പ് ചെയ്തുകൊണ്ട് അതുകൊണ്ടും സപ്പോർട്ട് ചെയ്തു. പിന്നെ ബ്രാഹ്മണ ബുക്സിൽ, ബ്രാഹ്മണന്മാരുടെ ബുക്സ് ഉണ്ടാവുമല്ലോ, സ്ക്രിപ്ചേഴ്സ് അല്ലെങ്കിൽ ടെക്സ്റ്റുകളിൽ മണി ലെൻഡിങ് ചെയ്യാൻ പാടില്ല. മണി ലെൻഡിങ് ചെയ്യുന്നവര് ഭയങ്കര പൊട്ടയാണെന്നാണ് അതിൽ പറയുന്നത്. ഓക്കെ, മണി ലെൻഡിങ് ചെയ്യുന്നവര് അതിനെതിരെ ഭയങ്കര എന്താ പറയാ, ഭയങ്കര പൊട്ടക്കാരിയായിട്ട് അതിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ചെയ്യുന്നവരാരായിരുന്നു? ഈ ട്രേഡ് ചെയ്യുമ്പോഴാണ് മണി ലെൻഡിങ് ഉണ്ടാവുന്നത്, അല്ലെ? അപ്പൊ ഈ വൈശ്യാസിന് അത് കാരണം തന്നെ കുറെ ചീത്തപ്പേര് വരാൻ കാരണം ഉണ്ടായിരുന്നു. ഇതൊന്നും നമ്മുടെ ജൈനിസത്തിൽ പറയുന്നില്ല, അതുകൊണ്ട് തന്നെ അവർ ജൈനിസം സപ്പോർട്ട് ചെയ്തു. പിന്നെ ഇതിൽ വരുന്നവര് കുറച്ച് ഓൾഡ് ഫാഷൻ, അയ്യോ സോറി, അത് ഇതിൽ വരുന്നതല്ല. അപ്പൊ ഈ ഒരു റീസൺ കാരണമാണ് ഇവര് മഹാവീറിനെയും സപ്പോർട്ട് ചെയ്യാൻ കാരണം. വർണ്ണ സിസ്റ്റത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടായിരുന്നു. അതായത് എഗെയിൻസ്റ്റ് ആയിട്ടല്ല, അവർ വർണ്ണ സിസ്റ്റം അതല്ലെങ്കിൽ അവര് കുറെ കാസ്റ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു സംഭവം ജൈനിസത്തിൽ ഉണ്ടായിരുന്നില്ല. അതും ഒരു റീസൺ. നോൺ വയലൻസ് അവർ സപ്പോർട്ട് ചെയ്തു, അതുകൊണ്ട് തന്നെ വാർ ഉണ്ടാവാണ്ടിരിക്കുമ്പം ട്രേഡ് കൂടും. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ബ്രാഹ്മണ ബുക്ക് ഉണ്ടായിരുന്നു, മണി ലെൻഡിങ്. അപ്പൊ ആ മണി ലെൻഡിങ് നമ്മുടെ ജൈനിസം പ്രിൻസിപ്പിളിൽ ഇത് വരുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ ട്രേഡേഴ്സ് അല്ലെങ്കിൽ വൈശ്യാസ് മഹാവീറിന് കുറച്ച് സപ്പോർട്ട് കൊടുക്കാൻ കാരണം. പിന്നെ ആ സമയത്ത് ആൾക്കാർ കുറച്ച് ഓൾഡ് ഫാഷൻ ആൾക്കാരായിരുന്നു, അല്ലെങ്കിൽ ഓൾഡ് ലൈഫ് സ്റ്റൈലൊക്കെ വേണമെന്ന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. ഇപ്പൊ നമ്മുടെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നപ്പോൾ തന്നെ കുറെ ചേഞ്ചസ് വന്നപ്പോൾ അവർക്ക് പഴയ രീതിയിലോട്ട് പോകണം, പഴയ കൾച്ചറാണ് നല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഭാഗം ആൾക്കാർ വരുമല്ലോ. അതേപോലെ തന്നെ ആ ടൈമിലും കുറച്ച് ഓൾഡ് ലൈഫ് സ്റ്റൈല് ഡിമാൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടാകും. അവർക്ക് പഴയ സ്ഥലത്തേക്ക് പോയാൽ മതി. അതുകൊണ്ട് തന്നെ ഈ ന്യൂ ക്ലോത്ത് അതൊന്നും അവർക്ക് ഓക്കെ ആയിരുന്നില്ല. ന്യൂ ക്ലോത്ത് അതേപോലെ തന്നെ ഹൗസസ് ഇതൊന്നും അവർ എഗ്രി ചെയ്തിരുന്നില്ല. അവർക്ക് അതൊന്നും വേണ്ട. അങ്ങനത്തെ ഒരു ആൾക്കാരുണ്ടായിരുന്നു. അവരെന്താ ഡിമാൻഡ് ചെയ്തത്? പ്രിമിറ്റീവ് ലൈഫ് സ്റ്റൈൽ. അങ്ങനെ പണ്ട് അവർ നടന്നിരുന്ന ഹണ്ടർ ആൻഡ് ഗ്യാദറേഴ്സ് അല്ലെങ്കിൽ അവർ അഗ്രികൾച്ചർ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ആൾക്കാർ, അങ്ങനെ പ്രിമിറ്റീവ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലായിരുന്നു അവർ ഡിമാൻഡ് ചെയ്തിരുന്നത്. അങ്ങനത്തെ ഒരു ആൾക്കാരും അങ്ങനത്തെ ഒരു ഭാഗവും നമുക്ക് ഇപ്പം ഈ ഒരു ടൈം പീരീഡിൽ കാണാമായിരുന്നു. അതും ജൈനിസം കുറച്ച് സപ്പോർട്ട് ചെയ്തു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൈനിസത്തിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് സിമ്പിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ
പ്യുവർ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലിനെയാണ് നമ്മുടെ ജെയിനിസം കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതും ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ ഒരു കാരണമായിരുന്നു. ഓക്കെ, വൈശ്യാസിനെ അട്രാക്ട് ചെയ്യാൻ പറ്റിയ 3 റീസൺസും പിന്നെ ബാക്കി ആൾക്കാരെ അട്രാക്ട് ചെയ്യാനുള്ള കാരണം ആ ഒരു സിമ്പിൾ ലൈഫ് സ്റ്റൈലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഒറിജിനും എന്തുകൊണ്ട് ജൈനിസത്തിലേക്ക് സപ്പോർട്ട് കിട്ടിയെന്നൊക്കെ നമ്മൾ കണ്ടു. ഇനി നമുക്ക് ജൈനിസത്തിന്റെ പ്രിൻസിപ്പിളും ഈ പറഞ്ഞ മഹാവീര എന്ന് പറഞ്ഞ വർത്തമാന മഹാവീര ഇതൊക്കെ ആരാന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ശരിക്കും നമുക്ക് ജൈനിസത്തിനെ പറ്റി പഠിക്കാം അല്ലെ. നമുക്ക് ആദ്യം പറയേണ്ടത് വർത്തമാന മഹാവീര. ഈ വർത്തമാന മഹാവീര എന്ന് പറയുന്നത് ഹിസ്റ്റോറിയൻസ് പറയുന്നത്, ഓക്കെ ഹിസ്റ്റോറിയൻസ് ജസ്റ്റ് അതെപ്പോഴും മനസ്സിലുണ്ടാവണം. ഹിസ്റ്റോറിയൻസ് പറയുന്നത് വർത്തമാന മഹാവീരയാണ് ഇതിന്റെ റിയൽ ഫൗണ്ടർ. എന്തിന്റെ? ജൈനിസത്തിന്റെ. പക്ഷെ അവർ ആ ഒരു കൾച്ചറിൽ, അതായത് ജൈനിസത്തിൽ പറയുന്നത് ട്രൂ ടീച്ചേഴ്സ് എന്ന് പറയുന്നത്, അതായത് വർത്തമാന മഹാവീരയുടെ മുമ്പ് 23 പേരുണ്ടായിരുന്നു ഈ ഒരു ജൈനിസം എന്ന് പറയുന്ന സംഭവം ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഫോളോ ചെയ്തിട്ടുള്ള ആൾക്കാർ എന്ന് പറയുന്നത് 23 പേരുണ്ട് ഇതിന് മുമ്പ്, അതായത് പ്രെഡിസസേഴ്സ് ഉണ്ടായിരുന്നു ജൈനിസത്തിന്. അപ്പം ഈ മഹാവീര എന്ന് പറയുന്നത് അപ്പൊ 24th ആണ്. അപ്പൊ 23 പേര് ഇതിന് മുമ്പ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം പക്ഷെ ഹിസ്റ്റോറിയൻസിനൊന്നും തെളിവ് കിട്ടാത്തതുകൊണ്ടും ബാക്കി എവിഡൻസ് കിട്ടിയെന്നും ഹിസ്റ്റോറിയൻസ് പറയുന്നത് മഹാവീരയാണ് ശരിക്കുള്ള റിയൽ ഫൗണ്ടേഴ്സ് എന്ന്. ഓക്കെ, അപ്പൊ ഈ 23 പേര് ഇതിന് മുമ്പ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ല. അപ്പൊ ഈ 23 പേര് അല്ലെങ്കിൽ മൊത്തം ആൾക്കാരെ വിളിക്കുന്നത് തീർത്ഥങ്കരാസ് എന്നാണ്. തീർത്ഥങ്കരാസ്. ഓക്കെ, തീർത്ഥങ്കരാസ് എന്നാണ് ഈ ഇത് ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഗുരുവിനെ വിളിക്കുന്നത്. അപ്പൊ ഇവര് 23 പേരെന്ന് പറയുമ്പം അതിന്റെ ശരിക്ക് ഫസ്റ്റ് ആയിട്ട് ഇത് കൊണ്ടുവന്നത് ഋഷഭദേവ ആളായിരുന്നു. അവരുടെ ഒരു കൾച്ചറിൽ ഏറ്റവും ആദ്യത്തെ തീർത്ഥങ്കര എന്ന് പറയുന്നത് ഋഷഭദേവ. അതാണ് ശരിക്കുള്ള ഫൗണ്ടർ അവർ പറയുന്നത്, അത് അല്ലെങ്കിൽ ജൈനിസത്തിൽ പറയപ്പെടുന്നത്. അപ്പം അത് ഋഷഭദേവ വന്നിട്ടുള്ളത് അയോധ്യ എന്നാണ്. ഓക്കെ, അതിൽ സെറ്റിൽമെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് 500 BC-യിലായിരുന്നു. ഇതിൽ 24-മത്തെയാണ് നമ്മുടെ മഹാവീര, വർത്തമാന മഹാവീര എന്ന് പറയുന്നത്. ആള് ടിൽ 9th century BC വരെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ 500 BC to 9th century BC വരെയാണ് ജൈനിസത്തിന്റെ ശരിക്കുള്ള ഡെവലപ്മെന്റ് ഉണ്ടായെന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇതില് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജൈനിസത്തിന്റെ ടീച്ചിങ് കൊണ്ടുവന്ന ഒരാള് എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയാ പാർശവാനന്ദ് ആണ്. ഓക്കെ, പാർശവാനന്ദ് ആളാണ് 23rd, അതായത് മഹാവീരയുടെ തൊട്ടു മുമ്പുള്ള ആളാണ് പാർശവാനന്ദ് എന്ന് പറയുന്ന ഒരു ഗുരു. ആള് വന്നിട്ടുള്ളത് ബനാറസിൽ നിന്നാണ്. ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ടീച്ചിങ് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ജൈനിസം ടീച്ചിങ്സ് സ്റ്റാർട്ട് ചെയ്തത് പാർശ്വമാനന്ദ തൊട്ടാണ്. ആളാണ് ടീച്ചിങ്സ് സ്റ്റാർട്ട് ചെയ്യാനും അതിനെപ്പറ്റി പറയാനൊക്കെ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ജൈനിസത്തിന്റെ മെയിൻ ടീച്ചിങ്സ് വരുന്നത് ഈ ഒരു കാലഘട്ടം തൊട്ടാണ്. ആളുടെ കാര്യം നമുക്ക് കുറച്ച് അറിയാം. അതായത് ആള് മറ്റേ യൂഷ്വൽ ചെയ്യുന്ന പോലെ തന്നെ ബുദ്ധിസത്തിലും ജൈനിസത്തിലുള്ള പോലെ തന്നെ റോയൽ ലൈഫ് അബാൻഡൻ ചെയ്തു. ഇനി റോയൽ ലൈഫ് വേണ്ടെന്ന് പറഞ്ഞ് ആളുടെ ലൈഫും ആളുടെ കുടുംബമൊക്കെ വിട്ട് ആള് പുറത്തേക്ക് വന്ന് ഒരു സന്യാസിയെ പോലെ അസറ്റിക് ആയിട്ട് ജീവിച്ചു. ഓക്കെ, അങ്ങനെ ജീവിച്ചു തുടങ്ങി. അത് ഇയാൾ തൊട്ടുള്ള നമുക്ക് കാര്യങ്ങൾ, ഈ ഒരു ഗുരുവിനെ തൊട്ട് തീർത്ഥങ്കരെ തൊട്ടുള്ള കഥകൾ നമുക്ക് അറിയാവുന്നതാണ്. അതിൽ മഹാവീരനെ പറ്റി പറയുകയാണെങ്കിൽ 23rd കഴിഞ്ഞ് 24th ആണ് നമ്മുടെ മഹാവീര വരുന്നത്. മഹാവീര ശരിക്കും ജനിച്ചത് വൈശാലിയിലാണ്. ഓക്കെ, വൈശാലിയിൽ 540 BC-യിൽ ആണ് ജനിച്ചത്. അത് ഏകദേശം ബീഹാർ ഭാഗത്തായിട്ടാണ് ഉള്ളത്. ഓക്കെ, ബീഹാറിൽ. ആളുടെ ഫാദർ ഒരു ക്ഷത്രിയായിരുന്നു, അതായത് റൂളിംഗ് ക്ലാസ് ആയിരുന്നു, അറിയാലോ, ക്ഷത്രിയായിരുന്നു ഫാദർ. അതേപോലെ തന്നെ മദർ എന്ന് പറയുന്നത് സിസ്റ്റർ ഓഫ് ലിച്ചവി. ഈ ലിച്ചവി എന്ന് പറയുന്ന ലിച്ചവി
ചി. ലിച്ചവി എന്ന് പറയുന്നത് ചേതക എന്ന് പറഞ്ഞൊരു ജനപദാസിന്റെ ചീഫ് ഉണ്ടായിരുന്നു. ആ ചീഫിന്റെ സിസ്റ്റർ ആയിരുന്നു ഈ നമ്മുടെ മഹാവീരയുടെ മദർ. അതുകൊണ്ട് തന്നെ അവര് മഗധ എന്ന് പറഞ്ഞ ആ ഒരു കിങ്ഡത്തിന്റെ ഫാമിലി ആയിട്ട് അവര് റിലേറ്റഡ് ആയിരുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ അവർക്ക് റോയൽസ് ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ അത്രയും ഈസി ആയിരുന്നു. അത് മനസ്സിലുണ്ടായാൽ മതി, നമുക്കത് എന്തുകൊണ്ടാന്നൊക്കെ പറയാം ഇനി വൈകി. അങ്ങനെ ഈ മഹാവീര ഏജ് 30 ആയപ്പം 30 വയസ്സായപ്പം ഇതേപോലെ തന്നെ റോയൽ ലൈഫ് അബാൻഡൻ ചെയ്ത്, ഓക്കെ, റോയൽ ലൈഫ് ഇനി വേണ്ടാന്ന് പറഞ്ഞ് സെർച്ച് ഓഫ് ട്രൂത്തിന് ഇറങ്ങി. ഓക്കെ, സെർച്ച് ഓഫ് ട്രൂത്തിന് വേണ്ടിയിട്ട് ആള് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അങ്ങനെ ഒരു വലിയൊരു ജേർണി ആയിരുന്നു. ചിലപ്പോൾ കുറച്ച് ദിവസമോ അല്ലെങ്കിൽ 2-3 ദിവസം വല്ലതും ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒന്ന് റെസ്റ്റ് ചെയ്യുന്നല്ലാണ്ട് മൊത്തം ഒരു ജേർണി ആയിരുന്നു. അത് എത്ര വലിയ ജേർണി ആയിരുന്നു അറിയോ? 12 വർഷം, 12 ഇയേഴ്സ് ആ ജേർണി ആള് കണ്ടിന്യൂ ചെയ്തു. ആൾക്ക് ആദ്യം തുണി ഒന്നും ചേഞ്ച് ചെയ്തിരുന്നു. ആ ഇട്ട തുണിയിൽ തന്നെയായിരുന്നു. ഡിഡിൻ ചേഞ്ച് ക്ലോത്ത്സ് ഫോർ എ ലോങ് ടൈം. പിന്നെ സ്ലോലി ആള് എല്ലാ വസ്ത്രവും ആള് വേണ്ടെന്ന് വെച്ചു. അങ്ങനെ മെല്ലെ നേക്കഡ് ആയിട്ടാണ് പിന്നെ ആള് നടന്നത് മൊത്തം. അത് പിന്നെ ഈ മഹാവീര എന്ന് പറയുന്ന ഒരു പട്ടം ആൾക്ക് കിട്ടാൻ കാരണം ആളായിരുന്നു കോൺക്വറർ ഓഫ് ട്രൂത്ത് എന്ന് പറയുന്നത്. ഓക്കെ, കോൺക്വറർ ഓഫ് ട്രൂത്ത്. അങ്ങനെ ഈ ഒരു പേര് വർത്തമാനയ്ക്ക് ഈ മെല്ലെ ഈ പേര് വരാൻ കാരണം ആളെ നമുക്ക് കോൺക്വറർ ഓഫ് ട്രൂത്ത് എന്ന് വിളിക്കുന്നതുകൊണ്ടാണ് മഹാവീര. ഓക്കെ, അങ്ങനെ മഹാവീര എന്ന് പറഞ്ഞൊരു പേരും കിട്ടി. ആളെ ഫോളോ ചെയ്യുന്നവര്, അവരുടെ ആളുടെ ഫോളോവേഴ്സിനെയാണ് നമ്മൾ ജൈനാസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ജൈനാസ്ന്ന് ആളുടെ ഫോളോവേഴ്സിനെയും, ആളെ കോൺക്വറർ ഓഫ് വൺ സെൽഫ്, സോറി കേട്ടോ, കോൺക്വറർ ഓഫ് വൺ സെൽഫ് ആണ്, ട്രൂത്ത് അല്ല. കോൺക്വറർ ഓഫ്, അതായത് നമ്മൾ ഇത്രയും കാലം ഒറ്റ തുണിയിട്ട് നടന്ന് പിന്നെ മെല്ലെ നീക്കടായി, പിന്നെ ഒരു സ്ഥലത്തും നിൽക്കാണ്ട് ഇങ്ങനെ ഒരു 12 വർഷം ജേർണി ചെയ്ത് ഫാമിലീനെ വിട്ട് റോയൽ ലൈഫിനെ വിട്ട് അങ്ങനെ നമ്മളെ തന്നെ കോൺക്വർ ചെയ്യാൻ പറ്റി അത്രയും വർഷം. അതുകൊണ്ടാണ് കോൺക്വറർ ഓഫ് വൺ സെൽഫ് എന്ന് ആളെ വിളിക്കാൻ കാരണം. അങ്ങനെ ആളെ മഹാവീര എന്ന് വിളിച്ചു. അതാണ് സംഭവം. ആൻഡ് ആളെ ഫോളോ ചെയ്യുന്നവരെ ജൈനാസ് എന്നും വിളിച്ചു. പിന്നെ ആള് ഈ ഒരു പ്രൊപ്പഗണ്ടോസ്, അതായത് ജൈനിസം എന്ന് പറഞ്ഞ ഒരു സംഭവം എക്സ്പാൻഡ് ചെയ്യാനും അതേപോലെ തന്നെ സ്പ്രെഡ് ചെയ്യാനും ആളായിരുന്നു മെയിൻ ആയിട്ട് ഫ്രണ്ടിലുണ്ടായത്. അങ്ങനെ എല്ലായിടത്തേക്കും നടന്ന് ഇത് സ്പ്രെഡ് ചെയ്തു. 30 വർഷം അത് സ്പ്രെഡ് ചെയ്തു. ഓക്കെ, 30 ഇയേഴ്സ് അത് സ്പ്രെഡ് ചെയ്ത്, എസ്പെഷ്യലി കൗശൽ, മഗധ്, ഇനി വരാൻ പോണ മെയിൻ കിങ്ഡംസ് ആണ് കേട്ടോ, മിഥില, പിന്നെ ചമ്പ. ഈ സ്ഥലത്തൊക്കെയാണ് മെയിൻ ആയിട്ട് ഇത് സ്പ്രെഡ് ആയിട്ടുള്ളത്, ജൈനിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം. അങ്ങനെ 72 വയസ്സായപ്പോഴേക്കും, 72 അയാൾക്ക് 72 വയസ്സായപ്പോഴേക്കും 468 BC ആള് മരിച്ചുപോയി. ഓക്കെ, എവിടെ വെച്ചാ മരിച്ചുപോയത്? പവപൂരി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്. ഓക്കെ, പവപൂരി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ആള് മരിച്ചുപോയി. അല്ലെങ്കിൽ നിർവാണ അറ്റായിരുന്നു. അതായത് എന്താ പറയാ, ഒരു എൻലൈറ്റ്മെന്റ്, ഒരു ഭൂമിയിൽ നിന്ന് അങ്ങോട്ട് ആള് പോയി, നിർവാണ കിട്ടി. അത് 468 BC 72 വയസ്സിലാണ് അത് ഉണ്ടായത്. ഈ പവപൂരി എന്ന് പറഞ്ഞ സ്ഥലം ബീഹാറിൽ, അതേ സ്ഥലത്ത് തന്നെയാണ് നളന്ദ ഡിസ്ട്രിക്റ്റ് ഉള്ളത്. ഓക്കെ, ഈ നളന്ദ ഡിസ്ട്രിക്റ്റ്, അവിടെ ഇപ്പൊ പോയി കഴിഞ്ഞാൽ അതിന്റെ മെയിൻ സ്ഥലമൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ അതാണ് മഹാവീര വർത്തമാനെ പറ്റി പറയാനുള്ളത്. ഇനി നമുക്ക് ജൈനിസത്തിനെ പറ്റി നോക്കാം. ജൈനിസത്തിന്റെ ഡോക്ട്രിൻസ് എന്തൊക്കെയാ നോക്കിയാലോ? ജൈനിസത്തിന്റെ മെയിൻ ഡോക്ട്രിൻസ് എന്ന് പറയുന്നത് 5 എണ്ണമായിരുന്നു. ഓക്കെ, അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ഡു നോട്ട് കമ്മിറ്റ്, ആദ്യം പറഞ്ഞ സംഭവം എന്ത്, വയലൻസ്, നോൺ വയലൻസ്, അതാണ് ആദ്യത്തെ ഡോക്ട്രിൻ. രണ്ടാമത്തെന്ന് പറയുന്നത് ഡു നോട്ട് ടെൽ ലൈ, കള്ളം പറയരുത്. മൂന്നാമത്തത് ഡു നോട്ട് സ്റ്റീൽ, കക്കാൻ പാടില്ല. ഓക്കെ, വേറൊരാളുടെ സംഭവം നമുക്ക് എടുക്കാൻ പാടില്ല. ഡു നോട്ട് ഹോഡ്. അത് കഴിഞ്ഞ് ലാസ്റ്റത്തെ ഒബ്സർവ് കോണ്ടിനൻസ്.
കണ്ടിന്യൂൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് ബ്രഹ്മചാരിയായിട്ട് നടക്കാം. ബ്രഹ്മചാര്യ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ സെലിബറി പാലിക്കുക, കല്യാണം കഴിക്കാൻ പാടില്ല, ബ്രഹ്മചാരിയായിട്ട് നടക്കുക. ഈ ഒരു ലാസ്റ്റത്തെ, അതായത് ഈ അഞ്ചാമത്തെ ഈ ഒബ്സർവ് കണ്ടിന്യൂൻസ് എന്ന് പറയുന്നത് ആഡ് ചെയ്തത് മഹാവീരയാണ്. ഓക്കെ, മഹാവീരയാണ് ഈ അഞ്ചാമത്തത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, ബാക്കിയുള്ളതിൽ ഈ അഹിംസ എന്ന് പറയുന്ന ഫസ്റ്റ് പറയുന്ന സംഭവം, നോൺ വയലൻസ് എന്ന് പറയുന്നതിൽ ഈ അഹിംസ, അതാണ് ഈ ഡോക്ട്രിൻസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്ട്രിൻ എന്ന് പറയുന്നത്. അഹിംസയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇതിനു മുമ്പിൽ ഈ 4 പാസ്റ്റ് വൺസ് ആയിരുന്നു. ഈ അഞ്ചാമത്തെയാണ് ഏറ്റവും ലേറ്റസ്റ്റ്. അതാണ് മഹാവീർ ഉണ്ടാക്കാൻ പറ്റിയത്. അപ്പൊ ഡോക്ട്രിൻസ് എന്തൊക്കെയാണ്? വയലൻസ് പാടില്ല, കള്ളം പറയാൻ പാടില്ല, സ്റ്റീൽ ചെയ്യരുത്, ഹോഡ് ചെയ്യരുത്, ലാസ്റ്റ് ബ്രഹ്മചാരിയായിട്ട് നടക്കുക. ഇതൊക്കെയാണ്. ഇതില് പാർശവ അല്ലെങ്കിൽ നമ്മുടെ പാർശവാനന്ത് എന്ന് പറഞ്ഞ 23ാമത്തെ ആളാണ് ഈ ഡ്രസ്സിങ്ങിനെ പറ്റി ആദ്യമായിട്ട് പറയാൻ കാരണം. പാർശവ പറഞ്ഞത് നമ്മുടെ ഒരു ബോഡിയുടെ അപ്പറും ലോവറും കവർ ചെയ്യാന്നാണ് പാർശ്വവാനന്ദ പറഞ്ഞത്. പക്ഷെ നമ്മുടെ മഹാവീര പറഞ്ഞു കംപ്ലീറ്റ്ലി നേക്കഡ് ആയിട്ട് നടന്നാൽ, കംപ്ലീറ്റ്ലി ഡ്രസ്സ് മൊത്തം അബാൻഡൻ ചെയ്യാനാണ് പറഞ്ഞത്. ഇങ്ങനെ ഈ ഒരു കാരണം വെച്ചിട്ടാണ് ഈ ജൈനിസത്തിന്റെ ഉള്ളിൽ മെല്ലെ സ്ലോലി 2 സെക്റ്റുകൾ ഉണ്ടായി. അതെന്തൊക്കെ സെക്റ്റാന്ന് നമുക്ക് നോക്കിയാലോ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒന്ന് ശ്വേതാംബരാസ്, പിന്നെ രണ്ടാമത്തെ സെക്ട് ദിഗംബരാസ്. അങ്ങനെ 2 സെക്റ്റുകൾ ഉണ്ടാവാൻ കാരണം ഈ ശ്വേതംബരയിലുള്ള ആൾക്കാർ വൈറ്റ് ക്ലോത്ത്സ് ആണ് ഇട്ടുകൊണ്ട് നടക്കുന്നത്. ആ ഒരു സെക്റ്റിന്റെ ഉള്ളിൽ വൈറ്റ് ക്ലോത്ത്സ് ആണ് അവർ ഇടുന്നത്. ദിഗംബരാസ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് അവർ നേക്കഡ് ആയിട്ടാണ് നടക്കുന്നത്. ഡ്രസ്സ് മൊത്തം കംപ്ലീറ്റ്ലി അബാൻഡൻ ചെയ്തിട്ടാണ് അവര് നടക്കുന്നത്. ജൈനിസത്തില് ഗോഡ് ഉണ്ടെന്നുള്ള ഗോഡിന്റെ എക്സിസ്റ്റൻസ് അവര് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പക്ഷെ അത് കുറച്ചും കൂടി ജൈനിസത്തിന്റെ അടിയിലായിട്ടാണ് ഈ ഗോഡ് എന്ന് പറഞ്ഞൊരു എക്സിസ്റ്റൻസ് അവര് കാണുന്നത്. പ്ലേസ്ഡ് അണ്ടർ ജൈന, അങ്ങനെയാണ് ജിന്ന അല്ലെങ്കിൽ ജൈന എന്നാണ് പറയുന്നത്. അവര് ഈ എന്താ പറയാ വർണ്ണ സിസ്റ്റത്തിനെ പറ്റിയിട്ട് കണ്ടം ഒന്നും ചെയ്തിട്ടില്ല. ഡിഡിൻ കണ്ടം വർണ്ണ സിസ്റ്റം, അതായത് അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. നത്തിങ് അബൌട്ട് ദ വർണ്ണ സിസ്റ്റം. അതവിടെ ഉണ്ടോ എന്നാൽ ശരി, അല്ലാണ്ട് അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. മറ്റേ ബ്രാഹ്മണ ബുദ്ധിസത്തിൽ നമുക്ക് വർണ്ണ സിസ്റ്റത്തിന് അഗെയിൻസ്റ്റ് പറയുന്നത്, അതിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ജൈനിസത്തിൽ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. ഓക്കെ, പിന്നെ ഈവൻ മഹാവീര പറഞ്ഞിട്ടുണ്ട് ഒരാള് അപ്പർ അല്ലെങ്കിൽ ലോവർ പൊസിഷനിലേക്ക് ആവുന്നത് അയാൾ കമ്മിറ്റ് ചെയ്തിട്ടുള്ള സിൻസ് വെച്ചിട്ടാണ്. അയാൾ എന്തെങ്കിലും തെറ്റുകൾ കഴിഞ്ഞ ജന്മത്തിലോ അല്ലെങ്കിൽ അയാളുടെ ലൈഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ബേസിലാണ് അയാളെ ഒരു അപ്പർ പൊസിഷനോ അല്ലെങ്കിൽ ലോവർ പൊസിഷനോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണാവൂ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ മഹാവീര വർത്തമാനം അല്ലെങ്കിൽ ജൈനിസത്തില് തിയറി ഓഫ് കർമ്മ ഉണ്ടായിരുന്നു. അതിൽ അവർ വിശ്വസിച്ചിരുന്നു. അതായത് നമ്മൾ ചെയ്യുന്നതിന് നമ്മൾ അനുഭവിക്കും, അല്ലാണ്ട് നമ്മൾ പോവില്ല. അങ്ങനെ തിയറി ഓഫ് കർമ്മ ജൈനിസത്തിൽ നമ്മൾ ആ ഒരു പ്രിൻസിപ്പിൾ അവർക്ക് അറിയായിരുന്നു. അതേപോലെ തന്നെ ഈ ലോവർ ഇതിന് ഒരു എന്താ പറയാ, ഇവർക്കൊരു ഓഫർ ഉണ്ട്. അതായത് ലോവർ വർണ്ണയിലുള്ളവര് അല്ലെങ്കിൽ ഇവർക്ക് ഇപ്പൊ ഈ താഴ്ന്ന ജാതികളായിട്ടുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ക്യാൻ ഗെറ്റ് ലിബറേഷൻ. അവർക്ക് ലിബറേഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പർ ആൾക്കാർക്ക് മാത്രമല്ല ലോവർ വർണ്ണ ആൾക്കാർക്കും ലിബറേഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഹൗ? ബൈ ലീവിങ് പ്യുവർ ലൈഫ്. ജൈനിസത്തിൽ പറയുന്ന പോലത്തെ ഒരു പ്യുവർ ലൈഫ് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഈ ലോവറിലുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് ലിബറേഷൻ കിട്ടാവുന്ന ഒരു ഓഫർ ജൈനിസത്തിൽ പറഞ്ഞായിരുന്നു. അങ്ങനത്തെ ഒരു ചാൻസ് ഉണ്ട്. മറ്റേൽ വർണ്ണ സിസ്റ്റം റിജിഡ് ആയിരുന്നു അല്ലെ, പക്ഷെ ജൈനിസത്തിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് താഴെപ്പെട്ട ആൾക്കാർക്ക് വേണമെങ്കിൽ ലിബറേഷൻ കിട്ടാം ബൈ ഫോളോയിങ് എ പ്യുവർ ലൈഫ് എന്ന്. ഓക്കെ, പിന്നെ മെയിൻ ആയിട്ടുള്ള ജൈനിസത്തിന്റെ ഗോൾ എന്താന്ന് നോക്കിയാലോ? മെയിൻ ജൈനിസം ഗോൾ അല്ലെങ്കിൽ ഒരു എയിം എന്ന് പറയുന്നത് ഫ്രീഡം ഫ്രം വേൾഡ്ലി ലൈഫ്. അതായത് ഈ ലോകത്തുള്ള നമ്മുടെ യൂഷ്വൽ വേൾഡ്ലി
ലൈഫ്. നമ്മൾ ഈ ജീവിക്കുന്ന ഫാമിലി അല്ലെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാവരുമായിട്ട് കമ്മിറ്റഡ് ആയിട്ട് ഇങ്ങനെ നമ്മൾ റിലേഷനിലായിട്ട് ജീവിക്കുന്നല്ലോ, ആ വേൾഡ്ലി ലൈഫായിട്ട്, അതായത് ഈ ലോകത്ത് ജീവിക്കുന്നതിന് നമുക്ക് വിട്ടുപോയി നമ്മുടെ ആ സോളിനൊരു ലിബറേഷൻ കിട്ടണം. നമ്മുടെ ആത്മാവ് ഈ വേൾഡിൽ നിന്ന് പോയി മരിച്ചു പോകാന്നല്ല, നമുക്ക് ആ ഒരു സോള് ഇവിടെ നിന്ന് അവര് കാണുന്നതിൽ ഈ വേൾഡായിട്ട് റിലേറ്റഡ് ആയി ഇങ്ങനെ ഫാമിലി, ഇങ്ങനെ വിഷമം, ഇതെല്ലാം കൂടെ ഇങ്ങനെ ജീവിക്കുന്നതാണ് അവർക്ക് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്നെല്ലാം വിട്ട് നമുക്ക് സ്വന്തമായിട്ട് ഒരു ലിബറേഷൻ കിട്ടി, നമ്മുടെ സോളിന് ഒരു ലിബറേഷൻ കിട്ടി പോകുന്നതാണ് ജൈനിസത്തിന്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത്. അല്ലാണ്ട് ഇതിന് റിച്വൽസ് ഒന്നും ആവശ്യമില്ല, ഇതിന് പൂജ ചെയ്താലൊന്നും കിട്ടൂല. ഇതിനെന്താ വേണ്ടത്? നമുക്ക് ഈ കറക്റ്റ് ഒരു ലിബറേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാ വേണ്ടത്? റൈറ്റ് നോളേജ്, കറക്റ്റ് അറിവ് വേണം അല്ലേ? കറക്റ്റ് അറിവ് വേണം. പിന്നെ രണ്ടാമത് പറയുന്നത് റൈറ്റ് ആക്ഷൻ. നമ്മുടെ ആക്ഷൻസ് എല്ലാം കറക്റ്റ് ആയിരിക്കണം, അതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത് റൈറ്റ് ഫെയ്ത്ത്, ശരിക്കുള്ള വിശ്വാസങ്ങൾ വേണം. ആ ഒരു 3 കാര്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ലിബറേഷൻ കിട്ടും. അതുകൊണ്ട് തന്നെ ഈ ഒരു 3 പറയുന്നത് ത്രിരത്നാസ്. അപ്പം ജൈനിസത്തിന്റെ 3 രത്നാസ് ഓഫ് ജൈനിസം എന്ന് പറയുന്നത് എന്താണ്? റൈറ്റ് എഡ്യൂക്കേഷൻ, റൈറ്റ് നോളജ്, റൈറ്റ് ആക്ഷൻ, റൈറ്റ് ഫെയ്ത്ത് അല്ലേ? പിന്നെ ഈ ജൈനിസത്തിൽ പറയുന്ന ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് വാറും അഗ്രികൾച്ചറും അവർ പ്രോഹിബിറ്റ് ചെയ്തു. ദി പ്രോഹിബിറ്റഡ് വാർ ആൻഡ് അഗ്രികൾച്ചർ. കാരണം എന്താണ്? ഇതിൽ ലിവിങ് ബീയിങ്സിനെ കൊല്ലുന്ന കാര്യങ്ങളുണ്ട്. അതായത് ലിവിങ് ബീയിങ്സ് എന്ന് പറയുമ്പോൾ മനുഷ്യന്മാർ മാത്രമല്ല, കീടാണുക്കളെ വരെ നമ്മൾ വിഷമടിച്ചിട്ടൊക്കെ കൊല്ലൂല അഗ്രികൾച്ചറിൽ. അതേപോലെ യുദ്ധത്തിൽ ആൾക്കാരെയും കൊല്ലും. അങ്ങനെ ലിവിങ് ബീയിങ്സിനെ കൊല്ലുന്നതുകൊണ്ട് തന്നെ ജൈനിസത്തിൽ വാറും അതേപോലെ തന്നെ അഗ്രികൾച്ചറും പ്രോഹിബിറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഇവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് ടു ട്രേഡ് ആൻഡ് മെർച്ചൻറ്റൈലാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വൈശ്യാസ് ഇതിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ കാരണമായിട്ടുള്ളത്. ഇനി ഇതിന്റെ സ്പ്രെഡ് നോക്കിയാലോ, ഇത് എങ്ങനെയാണ് ഇത് സ്പ്രെഡ് ആയത്? സ്പ്രെഡ് നോക്കുകയാണെങ്കിൽ മഹാവീര ഒരു ആളുടെ ഫോളോവേഴ്സിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ഓക്കെ, മഹാവീര ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ആ ഗ്രൂപ്പിൽ മെൻ അതേപോലെ തന്നെ ഫീമെയിൽ 2 പേർക്കും ഇതിൽ കയറാം. അല്ലാണ്ട് ഫീമെയിൽസിന് പാടില്ല എന്നൊന്നുമില്ല. മെൻ ആൻഡ് വിമൺ എല്ലാവർക്കും കൂടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. പിന്നെ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ലാംഗ്വേജ്, എന്ത് ലാംഗ്വേജിലാണ് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്? പ്രകൃത്. ഈ പ്രകൃത് എന്ന് പറയുന്ന ലാംഗ്വേജ് ഉണ്ടല്ലോ, ഇത് കോമൺ പീപ്പിൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ്. അതിലാണ് ഇവർ ടീച്ചിങ്സ് ഒക്കെ, അതായത് ജൈനിസത്തിന്റെ ടീച്ചിങ്സ് ഒക്കെ ആക്കിയത്. കാരണം ഈ ബ്രാഹ്മണന്മാരുടെ ടെക്സ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ അത് ബ്രാഹ്മിൻസിന് മാത്രമേ മനസ്സിലാവത്തുള്ളൂ, ബാക്കിയുള്ളവർക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കോമൺ പീപ്പിളിന് അത് യൂസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ ജൈനിസത്തിന്റെ ടീച്ചിങ്സ് എന്ന് പറയുന്ന മൊത്തം കോമൺ പീപ്പിൾക്ക് മനസ്സിലാവുന്ന പ്രാകൃത് എന്ന് പറഞ്ഞ ലാംഗ്വേജിലായതുകൊണ്ട് അത് കുറച്ചും കൂടി സ്പ്രെഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തു. പക്ഷെ എന്നിട്ടും അത്ര ഫോളോവേഴ്സ് ഉണ്ടായിരുന്നില്ല ജൈനിസത്തിന്. കാരണം എന്തായിരുന്നു അറിയോ? അത്ര ഫോളോവേഴ്സ് കിട്ടിയില്ല. ഉണ്ടായിരുന്നു, ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് അത്ര ഭയങ്കര വലുതാന്ന് പറയാൻ പറ്റില്ല. കാരണം ഇവർക്ക് ബ്രാഹ്മിൻസ് ആയിട്ട് അത്ര ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. കാരണം അവരും ഏകദേശം ബ്രാഹ്മിൻസ് പോലെ തന്നെ തോന്നി ആൾക്കാർക്ക്. ബ്രാഹ്മിൻസ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റിയില്ല, അതിൻ്റെ ഒരു പ്രശ്നം. അതുകൊണ്ട് തന്നെ അട്രാക്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല കൂടുതൽ ആൾക്കാരെ. പിന്നെ ഈ ഇതെങ്ങനെ സ്പ്രെഡ് ചെയ്തതെന്ന് പറയുന്നത് നോർത്തും സൗത്തിലും ഡിഫറെൻ്റ് ആയിട്ടാണ് സ്പ്രെഡ് ചെയ്തത്. സോ സൗത്തിലും അതേപോലെ തന്നെ വെസ്റ്റ് ഭാഗത്തും സ്ലോലി സ്പ്രെഡായി. ഭയങ്കര സ്ലോലി സ്പ്രെഡായി. പക്ഷെ സ്പ്രെഡായത് കുറച്ചും കൂടി കൂടുതൽ ഈ സൗത്തിലും വെസ്റ്റ് ഭാഗത്തായിരുന്നു. കാരണം ആ ഭാഗത്ത് ബ്രാഹ്മണന്മാർ ഭയങ്കര വീക്കായിരുന്നു. അവർ വീക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് സൗത്ത് ഭാഗത്തും വെസ്റ്റ് ഭാഗത്തും കുറച്ച് സ്ലോലി സ്പ്രെഡ് ചെയ്യാൻ പറ്റി. അതിൽ കർണാടകയിൽ മെയിനായിട്ട് സ്പ്രെഡ് ചെയ്തത്, ഓക്കെ, കർണാടകയിൽ മെയിനായിട്ട് സ്പ്രെഡ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് അവിടെയായിരുന്നു ചന്ദ്രഗുപ്ത മൗര്യ. മൗര്യ കിങ്ഡത്തിന്റെ ഏറ്റവും ആദ്യത്തെ റൂളറായിരുന്നു ചന്ദ്രഗുപ്ത മൗര്യ. ആള് ജൈനിസം ഫോളോ ചെയ്തായിരുന്നു. ഓക്കെ, ഫസ്റ്റ് റൂൾ ഓഫ് മൗര്യ ആള് ജൈനിസം ഫോളോ ചെയ്തായിരുന്നു. അതുകൊണ്ട് തന്നെ അത് കർണാടകയിൽ പെട്ടെന്ന് സ്പ്രെഡ് ആയെന്നാണ് പറയുന്നത്. പക്ഷെ അതിന് ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ വേറൊരു കാര്യം മെയിനായിട്ട് പറയാനാണെങ്കിൽ ആ ഒരു സംഭവം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു മൈൽ സ്റ്റോൺ ആയിരുന്നു. അതായത് ഈ മഗധ് എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഓക്കെ, മഗധ് എന്ന് പറഞ്ഞ കിങ്ഡത്തിൽ ഫെമൈൻ വന്നു.
അതും ചെറിയ ഫെമൈനൊന്നും ആയിരുന്നില്ല. 12 വർഷം വരെ ഈ ഫെമൈൻ അവിടെ ഉണ്ടായിരുന്നു. അത് മഹാവീരൻ മരിച്ചതിന് ശേഷം 2 വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഫെമൈൻ വന്നത്, 12 വർഷത്തോളം. അപ്പൊ അതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ജൈനാസിന് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ജൈനിസം ഫോളോ ചെയ്യുന്ന ആൾക്കാർ നോർത്ത് നിന്ന് സൗത്തിലോട്ട് പോയി. കാരണം സൗത്തിലാണല്ലോ ഈ സംഭവം, ഈ മഗധിൽ ഫെമൈൻ ഒക്കെ വന്നത്. അത് നോക്കാൻ വേണ്ടിയിട്ട് നോർത്തിൽ നിന്ന് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ സൗത്തിലോട്ട് പോയി. അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഭദ്രബാഹുവിന്റെ അടിയിലായിരുന്നു ആ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്ത് കൊണ്ടുപോയത്. ഭദ്രബാഹുവിന്റെ അടിയിൽ, ആ ഒരു ലീഡർഷിപ്പിന്റെ അടിയിൽ സൗത്തിലോട്ട് കുറച്ച് ആൾക്കാർ പോയി. ഓക്കെ, അങ്ങനെയാണ് ഈ സൗത്തിൽ സ്പ്രെഡ് ആയെന്നും പറയുന്നുണ്ട്. പിന്നെ ഈ സൗത്തില് ഭദ്രബാഹുവിന്റെ അടിയിൽ കൂടെ കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് വന്നെങ്കിലും കുറച്ച് പേര് സ്റ്റേ ബാക്ക് ചെയ്തല്ലോ. അതായത് കുറച്ച് വരാത്തവരുണ്ടല്ലോ, അവർ ആരുടെ ഗ്രൂപ്പിലായിരുന്നു ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ സ്ഥലബാഹുവിന്റെ അടിയിലായിരുന്നു നോർത്തിൽ ബാക്കിയുള്ളവർ അവിടെ ഉണ്ടായിരുന്നത്. ഭദ്രബാഹുവിന്റെ അടിയിലുള്ളവർ സൗത്തിലോട്ടും വന്നു. അങ്ങനെ ഈ രണ്ട് അതായത് ഫെമൈൻ ഉണ്ടായതിനു ശേഷം, അത് കഴിഞ്ഞിട്ട് ഫെമൈൻ നടന്നല്ലോ. ഫെമൈൻ ഉണ്ടായതിനു ശേഷം ഈ 2 ഗ്രൂപ്പ്, അതായത് ഭദ്രബാഹുവും സ്ഥലബാഹുവിന്റെ അടിയിലുള്ള ആ 2 ഗ്രൂപ്പ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അതായത് കുറെ കാര്യങ്ങൾ അവരുടെ രീതിയിലാക്കാൻ തുടങ്ങി. അങ്ങനെ ജൈനിസത്തിന്റെ മെയിൻ ബേസിക് കൺസെപ്റ്റ് ഒക്കെ ചേഞ്ച് ചെയ്ത് തുടങ്ങി. അങ്ങനെ ഈ ഡിഫറൻസ് മൊത്തം റിസോൾവ് ചെയ്യാം. അങ്ങനെ ഡിഫറൻസ് പാടില്ലല്ലോ, അത് മൊത്തം റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ജൈനിസത്തിന്റെ റിസോൾവ് ചെയ്ത്, പിന്നെ ജൈനിസത്തിന്റെ മെയിൻ ടീച്ചിങ്സ്, ഇവർ ചേഞ്ച് ചെയ്തതിന് മുമ്പുള്ള മെയിൻ ടീച്ചിങ്സ് ഒക്കെ കമ്പൈൽ ചെയ്യാൻ വേണ്ടിയിട്ടും അവരൊരു കൗൺസിൽ തുടങ്ങി. ഈ ഡിഫറൻഷിയേറ്റ് കളയാനും ജൈനിസത്തിന്റെ ടീച്ചിങ്സ് മൊത്തം കമ്പൈൽ ചെയ്യാനായിട്ട് ഒരു കൗൺസിൽ അവർ തുടങ്ങി. ഈ കൗൺസിൽ തുടങ്ങിയത് പാട്ലിപുത്രയിലാണ്. ഓക്കെ, അത് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ കൗൺസിൽ തുടങ്ങിയത് പാട്ലിപുത്രയിൽ വെച്ചിട്ടാണ്. അവിടെ ആ ഒരു കൗൺസിൽ ഫോം ചെയ്തു. ആ കൗൺസിൽ ഫോം ചെയ്തതിന് ശേഷം ഈ സൗത്തിലുള്ള നമ്മുടെ ആൾക്കാരുണ്ടല്ലോ, ഭദ്രബാഹുവിലുള്ള ആൾക്കാർ, അവർ ഈ കൗൺസിൽ ബോയ്ക്കോട്ട് ചെയ്ത് അവരവരുടെ ഇഷ്ടത്തിനെ ജീവിക്കുള്ളൂ എന്ന് പറഞ്ഞു. അവരുടെ ഇഷ്ടത്തിന് ഇത് മാറ്റും, ഈ കൗൺസിലൊന്നും അവർ ഫോളോ ചെയ്യാൻ പോണില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ലേറ്റർ ഈ 2 ഗ്രൂപ്പ്സ് ഉണ്ടല്ലോ, ഈ 2 ഗ്രൂപ്പ്സിനെ 2 പേരിലാണ് വിളിച്ചത്. എന്ത് പേരില? സൗത്തിലുള്ള ഗ്രൂപ്പിനെ ദിഗംബരാസ് സെക്ട് ഓഫ് ജൈനിസം എന്ന് പറയാം. ദിഗംബരാസും അതേപോലെ തന്നെ മഗധ ഗ്രൂപ്പ് അല്ലെങ്കിൽ നോർത്ത് വരാത്തവര്, അവര് ശ്വേതംബരാസ്. അങ്ങനെ ഈ ജൈനിസം 2ആയിട്ട് ഭാഗപ്പെട്ടു. അതിൽ ഒരു സൈഡ് മറ്റേ കൗൺസിൽ പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് ഫോളോ ചെയ്തരും, മറ്റൊരു രീതിയിൽ ഇത് മാറ്റിവരും. അങ്ങനെ 2 സെക്റ്റുകളായി ഈ ജൈനിസം. ഓക്കെ, ഈ ജൈനിസം അങ്ങനെ 2 സെക്റ്റായിട്ട് അതിനുശേഷം 512 AD ഒരു കൗൺസിലും കൂടി ഫോം ചെയ്തു. 2ാമത്തെ കൗൺസിൽ കേട്ടോ, സെക്കൻഡ് കൗൺസിൽ ഫോം ചെയ്തു. ആ കൗൺസിലിൽ വന്നതിന് ശേഷം 12 അംഗാസും അതേപോലെ തന്നെ 12 ഉപംഗാസും കമ്പയൽ ചെയ്തു. രണ്ടാമത്തെ കൗൺസിൽ എന്താ ചെയ്തത്? അവര് 12 അംഗാസും 12 ഉപംഗാസും കമ്പയൽ ചെയ്തു. ഓക്കെ, അതാണ് നമ്മുടെ ജൈനിസത്തിന്റെ മെയിൻ സ്ക്രിപ്ചേഴ്സ് ഓഫ് ജൈനിസം. അത് അവർ സെക്കൻഡ് കൗൺസിലാണ് അവർ ഉണ്ടാക്കിയത്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം പറയാനാണെങ്കിൽ ശ്രദ്ധിച്ചിരിക്കണേ, കർണാടകയിൽ ഇത് സ്പ്രെഡ് ചെയ്തത് ഒരു 3rd century ADക്ക് ശേഷമാണ് ഇത് സ്പ്രെഡ് ആയത്. ഓക്കെ, അതേപോലെ തന്നെ 5th century AD കർണാടകയിൽ മൊണാസ്ട്രീസ് വന്നു. ഈ കർണാടകയിലുള്ള മൊണാസ്ട്രീസിനെ വിളിക്കുന്നത് ബസദീസ് എന്നാണ്. ബസദീസിൽ ഇങ്ങനെ കുറെ മൊണാസ്ട്രീസ് വന്നു, അതിനെ ബസദീസ് എന്നാണ് വിളിക്കുന്നത്. 4th century BC ഒഡീഷയിൽ ഇത് സ്പ്രെഡായി. ഓക്കെ, ഒഡീഷയിൽ ഇത് സ്പ്രെഡായി. അതേപോലെ തന്നെ 1st century BC കാരവേല എന്ന് പറയുന്നത് കലിംഗയിലത്തെ രാജാവാണ്. ഓക്കെ, കലിംഗ കിങ് ആണ് ഈ കാരവേല എന്ന് പറയുന്നത്. അപ്പം ഈ കാരവേല ഈ ജൈനിസത്തിന് പാട്രണേജ് കൊടുത്തു. പക്ഷെ
ആള് മാത്രമായിരിക്കും ചിലപ്പോൾ പാട്രണേജ് കൊടുത്തിട്ടുണ്ടാവും. ജൈനിസത്തിന് പാട്രണേജ് ഒരു രാജാവും കൊടുക്കാത്തതുകൊണ്ടാണ് ആൾക്ക് ആ ജൈനിസത്തിന് അത്ര സ്പ്രെഡ് ഇല്ലാണ്ടിരുന്നത്. പക്ഷെ കാരവേല ജൈനിസത്തിന് സ്പ്രെഡ് ചെയ്യാനായിട്ട് ഒരു പാട്രണേജ് കൊടുത്തു, അതായത് അത് അംഗീകരിച്ചു. ഓക്കെ, അത് ഉണ്ടായത് 1st സെഞ്ചുറി BC, അത്രയും ശേഷമാണ്. പിന്നെ 2nd and 1st സെഞ്ചുറി BC സൗത്ത് ഓഫ് തമിഴ്നാട്ടിലും ഇത് സ്പ്രെഡ് ആയിട്ടുണ്ട്. അങ്ങനെ ഓരോ BC ഇത് ഓരോ സ്ഥലത്തേക്ക് എത്തിയതും പാട്രണേജ് കിട്ടിയതും ഇതൊക്കെ ആയിട്ട്. അങ്ങനെ ലേറ്റർ വളരെ നാളുകൾക്ക് ശേഷം മാൽവ, രാജസ്ഥാൻ, ഗുജറാത്ത് ഇവിടെയൊക്കെ സ്പ്രെഡ് ആയിട്ടുണ്ട്. ഈവൻ നൗ അവിടെ കുറച്ച് പോപ്പുലേഷൻ ജൈനിസം ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈവൻ നൗ. ഓക്കെ, ഈവൻ ഇപ്പോഴും അവരുടെ മെയിൻ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം എന്ന് പറയുന്നത് ട്രേഡ് തന്നെയാണ്. ഓക്കെ, പിന്നെ ഇത് ബുദ്ധിസം പോലെ അത്ര ഫാസ്റ്റ് ആയിരുന്നില്ല. ബുദ്ധിസം ഭയങ്കര ഫാസ്റ്റ് ആയിട്ടായിരുന്നു സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ബുദ്ധിസം മെല്ലെ അതിന്റെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഡിസപ്പിയർ ചെയ്തായിരുന്നു. പിന്നെ ബുദ്ധിസത്തിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷെ ഈവൻ ദോ ജൈനിസം അത്ര പെട്ടെന്ന് സ്പ്രെഡും ആയില്ല, ഭയങ്കര സ്ലോ ആയിട്ടായിരുന്നെങ്കിൽ പോലും ഈവൻ നൗ ജൈനിസം ഫോളോ ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും നമുക്ക് കാണാനാവും. അതാണ് ബുദ്ധിസവും ജൈനിസവും തമ്മിലുള്ള ഒരു വ്യത്യാസം പറയുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ ജൈനിസത്തിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇത് കാരണം വന്നിട്ടുള്ള സോഷ്യൽ, പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ ചേഞ്ചസ് ഒക്കെയല്ലോ. ആദ്യം നമുക്ക് സൊസൈറ്റിയിൽ വന്നിട്ടുള്ള ചേഞ്ചസ് നോക്കാം, അല്ലെ? സൊസൈറ്റിയിൽ വന്നിട്ടുള്ള ചേഞ്ച് എന്ന് പറയുന്നത്, ദിസ് വാസ് ദ ഫസ്റ്റ് സീരിയസ് അറ്റംപ്റ്റ് അഗെയിൻസ്റ്റ് ദ വർണ്ണ ഫസ്റ്റ് സീരിയസ് അറ്റംപ്റ്റ് അഗെയിൻസ്റ്റ് ദ വർണ്ണ സിസ്റ്റത്തിന് മറിച്ച് വേറൊരു രീതിയിൽ ആദ്യത്തെ ഒരു സീരിയസ് അറ്റംപ്റ്റ് ആയിരുന്നു നമ്മുടെ ജൈനിസം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ ബുദ്ധിസം ബ്രാഹ്മിൻസിന്റെ ഈ യൂസ് ചെയ്ത ഏറ്റവും വലിയ ലാംഗ്വേജ് എന്ന് പറയുന്നത് സാൻസ്ക്രിറ്റ് ആണ്. അവർക്ക് മാത്രം മനസ്സിലാവുന്നത്, അത് കോമൺ ആൾക്കാർക്ക് മനസ്സിലാവില്ല. ഈ സാൻസ്ക്രിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം നമ്മൾ ജൈനിസത്തിൽ ഡിസ്കാർഡ് ചെയ്തിട്ട് നമ്മൾ കോമണേഴ്സിന്റെ ലാംഗ്വേജ് ആയിട്ടുള്ളതിലേക്ക് ചേഞ്ച് ചെയ്തു. പ്രാകൃതത്തിലേക്ക് ലാംഗ്വേജ് ചേഞ്ച് ചെയ്തു. അവരതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആ ഒരു ലാംഗ്വേജിന്റെ സ്പ്രെഡ് ഉണ്ടായി. ഈവൻ റിലീജിയസ് ടെക്സ്റ്റുകളും അല്ലെങ്കിൽ സ്ക്രിപ്റ്റേഴ്സ് മൊത്തം, സോറി എൻ്റെ ഇടയ്ക്ക് എന്തോ പറ്റിയതാ. ഓക്കെ, റിലീജിയസ് സ്ക്രിപ്റ്റേഴ്സ് മൊത്തം റിട്ടൺ ചെയ്തത് അർത്ഥമഗധിയിലാണ്. അർത്ഥമഗധി ഇതെന്ന് പറയുന്നത് വല്ലഭി എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ. വല്ലഭി എന്ന് പറയുന്ന ഗുജറാത്തിലാണ്. ഗുജറാത്തിലുള്ള സ്ഥലത്ത് അർത്ഥമഗധിയിലാണ് റിലീജിയസ് സ്ക്രിപ്റ്റ് മൊത്തം എഴുതിയത്. അതിനുശേഷം പ്രാകൃതത്തിന്റെ ഇമ്പോർട്ടൻസ് കുറച്ചും കൂടി കൂടി. ഓക്കെ, ലേറ്റർ പ്രാകൃതത്തിൽ നിന്ന് കുറച്ച് ലാംഗ്വേജസ് വരാൻ കാരണമായി. അതായത് ശൗരസേനി എന്ന് പറഞ്ഞൊരു ലാംഗ്വേജ് പ്രാകൃതത്തിന്റെ ഉള്ളിൽ നിന്ന് ഉണ്ടായതാണ്. അതാണ് ഇപ്പോഴത്തെ നമ്മുടെ മറാത്തി വന്നിട്ടുള്ളതിന്റെ ഏറ്റവും ബാക്കിലോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു ലാംഗ്വേജ് എന്നാണ് മറാത്തി വന്നിട്ടുള്ളത്. ഓക്കെ, അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ലേറ്റർ മിഡീവൽ എറയിൽ സാൻസ്ക്രിറ്റ് കുറച്ച് യൂസ് ചെയ്തിരുന്നു. അതേപോലെ തന്നെ കന്നഡ ലാംഗ്വേജ് പിന്നീട് വരാൻ്റെ ഗ്രോത്ത് ഇതിൽ നിന്നാണ് ഉണ്ടായെന്നും പറയുന്നുണ്ട്. ഓക്കെ, ഇനി അപ്പോൾ സോഷ്യൽ ലാംഗ്വേജ് നമ്മൾ നോക്കി. ഇനി നമുക്ക് ആർക്കിടെക്ചർ നോക്കിയാലോ. ആർക്കിടെക്ചർ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ആർക്കിടെക്ചർ സ്റ്റൈൽസ് എന്ന് പറയുകയാണെങ്കിൽ ജൈനിസത്തിന് വെസ്റ്റേൺ ഇന്ത്യയിൽ കാണുന്ന കുറേ ടെമ്പിൾസ് ബിൽഡ് ചെയ്തത് ഒരു ജൈനിസം ആർക്കിടെക്ചർ വെച്ചിട്ടാണ്. ഓക്കെ, അതേപോലെ തന്നെ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഉദയഗിരി, അതേപോലെ തന്നെ കന്ദഗിരിയിലുള്ള കേവ്സ് ഒഡീഷയിലാണ്. ഓക്കെ, ഒഡീഷയിലുള്ള ഈ കേവ്സ് കാരാവേലയാണ് ഉണ്ടാക്കിയത്. കാരാവേല എന്ന് പറയുന്നത് അറിയാലോ, ആരാ? കലിംഗയുടെ രാജാവ്. ഓക്കെ, കാരാവേല ഉണ്ടാക്കിയത് 193 to 170 BC. ആ ഒരു സമയത്താണ് അത് ഉണ്ടാക്കിയത്. ആ ഉണ്ടാക്കിയ മെയിൻ ആ 2 കേവ്സ് ആണ് ജൈനിസത്തിന്റെ ആർക്കിടെക്ചർ മെയിൻ ആയിട്ട് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്ന കേവ്സ് എന്ന് പറയുന്നത് അതാണ്. അതേപോലെ തന്നെ ഗോമതേശ്വര സ്റ്റാച്ചു. ഗോമതേശ്വര സ്റ്റാച്ചു അത് വേൾഡിലെ ഏറ്റവും ലാർജസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും വേൾഡിലത്തെ ഏറ്റവും ടോളസ്റ്റ് മോണോലിത്തിക് സ്റ്റാച്ചു ആണത്. ഏത്? ഗോമതേശ്വര സ്റ്റാച്ചു അല്ലെ. അത് ഉണ്ടാക്കിയത് നമ്മുടെ ജൈനിസം ആർക്കിടെക്ചർ വെച്ചിട്ട് തന്നെയാണ്. പിന്നെ 11 തൊട്ട് ഒരു 13 സെഞ്ചുറിയിൽ ദിൽവാര ടെമ്പിൾ ഉണ്ടായി. ദിൽവാര ടെമ്പിൾ ഉള്ളത് രാജസ്ഥാനിലാണ്.
ഓക്കെ, ദിൽവാര ടെമ്പിൾ രാജസ്ഥാനിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതില് കാവ്ഡ് മാർബിൾസ് വെച്ചിട്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ശരിക്കും ആർക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്? അത് ഈ തീർത്ഥങ്കരാസിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ഈ കാവ്ഡ് മാർബിൾസ് വെച്ചിട്ട് ഉണ്ടാക്കിയ ഒരു ടെമ്പിളാണ് ഏത് ദിദ്വാന എന്ന് പറയുന്നത്. ഓക്കെ, അത് രാജസ്ഥാനിലാണ്. അതൊക്കെയാണ് ആർക്കിടെക്ചർ പറയുന്നത്. പിന്നെ ഇതിന്റെ ഡിക്ലൈൻ വന്നു. ഓക്കെ, ജൈനിസത്തിന്റെ ഡിക്ലൈനെ പറ്റി പറയുകയാണെങ്കിൽ അതിന്റെ മെയിൻ റീസൺ അറിയാലോ, ഇത് കൂടുതൽ ആൾക്കാരെ അട്രാക്ട് ചെയ്തിരുന്നില്ല, കൂടുതൽ ആൾക്കാരൊന്നും വന്നില്ല. വൈ? ആ വൈ നമുക്കിപ്പോ നോക്കാം. ഓക്കെ, അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരും ഭയങ്കരമായിട്ട് ഫിയേഴ്സ് ഓപ്പോസിഷൻ അഗെയിൻസ്റ്റ് ബ്രാഹ്മിൻസ്, അല്ലെ? അതായത് ബ്രാഹ്മണന്മാർക്ക് എതിരെ ഭയങ്കര എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഇവരുടെ സംഭവങ്ങൾ വന്നിട്ടുള്ളത്, ബ്രാഹ്മണൻസിന്റെ എഗെയിൻസ്റ്റ് ആയിട്ട്. അതുകൊണ്ട് തന്നെ അവര് അതായത് ബ്രാഹ്മിൻസ് ആണല്ലോ ആ ഒരു സൊസൈറ്റിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാർ. ആ ബ്രാഹ്മിണാസ് ജൈനിസം ബോയ്ക്കോട്ട് ചെയ്തു. ബ്രാഹ്മണന്മാർ അത് പറയുമ്പോൾ അവിടെ അത് ബ്രാഹ്മണന്മാരെ ബഹുമാനിക്കുന്ന, അല്ലെങ്കിൽ ബാബന്മാര് ഈ സാക്രിഫൈസ് ചെയ്യുന്നു, പൂജകൾ ചെയ്യുന്നു, ദൈവങ്ങളെ പ്രാർത്ഥിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ബ്രാഹ്മണന്മാർ കുറച്ച് പ്രൊട്ടസ്റ്റ് ഉണ്ടായെങ്കിൽ പോലും ആ സൊസൈറ്റിയിൽ മെജോറിറ്റി പാർട്ട് ബ്രാഹ്മണന്മാരെ ബഹുമാനിക്കുന്ന ആൾക്കാരായിരുന്നു. അപ്പൊ ആ ബ്രാഹ്മണാസ് ജൈനിസത്തിനെ ബോയ്ക്കോട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ജൈനിസം അത്ര സ്പ്രെഡ് ആവാൻ കാരണമായിരുന്നത്. പിന്നെ രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത്, ഞാനിപ്പോ ഈ ഫീച്ചേഴ്സ് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ, ഇവരുടെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഭയങ്കര റിഗറസ് പ്രിൻസിപ്പിൾസ് ആയിരുന്നു, അല്ലെ? അതായത് അഗ്രികൾച്ചർ പാടില്ല എന്ന് പറയുമ്പോൾ തന്നെ നോൺ പൊസഷൻ വരുന്നുണ്ട്. അതായത് സ്ഥലമൊന്നും സ്വന്തമായിട്ട് നമുക്ക് സ്വന്തമായിട്ട് വെക്കാൻ പാടില്ല. ഒരു സ്ഥലം നമ്മുടെ എന്ന് പറയാൻ പാടില്ല. നോൺ പൊസഷൻ ഓഫ് ലാൻഡ് ഇതിൽ പറയുന്നുണ്ട്. അഗ്രികൾച്ചർ പാടില്ല എന്ന് പറയുമ്പോൾ തന്നെ അതൊന്നും ആൾക്കാർക്ക് പറ്റൂല. പിന്നെ അതിൽ പറയുന്നുണ്ട് ഫാസ്റ്റിംഗ്, അതായത് ഇത്ര ദിവസം വരെ ഫാസ്റ്റ് ചെയ്തിട്ട് വേണം ലിബറേഷൻ കിട്ടാൻ, മെഡിറ്റേഷൻ, അതൊക്കെ. പിന്നെ അതേപോലെ റിനൗൺസിയേഷൻ. ഒരു കോമൺ ഒരു ഹൗസ് ഹോൾഡിൽ താമസിക്കുന്ന ആൾക്ക് സ്വന്തം കുടുംബവും വിട്ട്, അല്ലെങ്കിൽ രാജ്യത്ത് ആരും വേണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകാൻ ഭയങ്കര പാടാണ്, അല്ലെ? ബ്രാഹ്മണന്മാരെന്താണ്, കുറച്ച് പൂജ ചെയ്താൽ മതി, പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയുന്നുള്ളൂ. അല്ലാണ്ട് അഗ്രികൾച്ചർ പാടില്ല, ലാൻഡ് കയ്യിൽ വെക്കാൻ പാടില്ല, നിങ്ങൾ ഇത്ര കാലം പട്ടിണി കിടക്ക്, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തം കുടുംബത്തിനെ വിടുക, അങ്ങനെയൊന്നും പറയുന്നില്ല. പക്ഷെ ജൈനിസത്തിൽ അന്നത്തെ ആൾക്കാർ നോക്കുമ്പോൾ ഒറ്റയ്ക്ക് ഇത്രയും വലിയ കാര്യമാണ് ജൈനിസത്തിൽ പറയുന്നത്. അപ്പൊ ആൾക്കാർ ഇത് എങ്ങനെയാ ഫോളോ ചെയ്യുന്നത്? അതേപോലെ തന്നെ റൂളേഴ്സിനെ ഒന്നും ഇതിലേക്ക് അട്രാക്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ പാട്രണേജ് അത് കിട്ടിയിരുന്നില്ല. ഒരു റൂളേഴ്സും അതിനെ പാട്രണേജ് കൊടുത്തിരുന്നില്ല, അതിനെ റെക്കഗ്നൈസ് ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് വേറൊരു റീസൺ ആണ്. അപ്പം പിന്നെ സംഘടനാസ് മൊത്തം, അതായത് ഇവരുടെ സംഘടനാസ് മൊത്തം ഏറ്റവും കൂടുതൽ മൊണാർക്കിക് ആയിരുന്നു. അതായത് അവര് തീരുമാനിച്ചു കൊണ്ടിരുന്ന ഒരാളായിരിക്കും അത് മൊത്തം, ഈ സംഘടനാസ് മൊത്തം റൂൾ ചെയ്യുന്നത്. പിന്നെ മെല്ലെ അതിനുശേഷമാണ് മെല്ലെ രണ്ട് സെക്റ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തു. അതും കൂടി ആയപ്പോൾ പിന്നെ ഇത് മെല്ലെ മെല്ലെ ഇത് ഡിക്ലൈൻ ആയി. അങ്ങനെയാണ് ഇത് ഡിക്ലൈൻ ആവാൻ കാരണം. പക്ഷെ ഈവൻ നൗ ജൈനിസം ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അത് നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞായിരുന്നല്ലോ. അതാണ് അപ്പൊ ജൈനിസം. അങ്ങനെ ജൈനിസം തീർന്നു. നമുക്കിതൊന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്താലോ, അല്ലെ? നിങ്ങൾക്ക് പെട്ടെന്ന് റിവൈസ് ചെയ്യാൻ കൂടുതൽ സമയം എടുക്കില്ല കേട്ടോ. ഇപ്പൊ ജൈനിസം വന്നപ്പോൾ നമ്മുടെ ഇന്ത്യൻ കൾച്ചറിലേക്കൊക്കെ വലിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. വേദിക് പീരീഡിൽ വന്നപ്പോൾ ഇന്ത്യൻ എക്കണോമിയിൽ ഒരു വലിയ ക്ലാസിഫിക്കേഷൻ ആണ് നടന്നത്, അല്ലെ? അതുകൊണ്ട് തന്നെ ആ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്ന പീക്കിലുള്ള സമയത്ത് ആൾക്കാർ അതിനെ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തുടങ്ങി, എസ്പെഷ്യലി പാഞ്ചാല വിദേഹ സ്ഥലത്ത്. അങ്ങനെ പിന്നെ 600 BC ഉപനിഷത്ത് വന്നു, റിച്വൽസിനെ ക്രിട്ടിസൈസ് ചെയ്ത് നോളജിന് ഇമ്പോർട്ടൻസ് കൊടുത്തു തുടങ്ങി. അപ്പൊ ആ ഒരു സമയത്ത് തന്നെ ടെറിട്ടോറിയൽ കിങ്ഡം വന്നു, ജനപതാസ്, ക്ഷത്രിയാസ് ഒക്കെ ഉണ്ടായി. വാർ മൊത്തം സ്ഥലങ്ങൾ കീഴടക്കാൻ വേണ്ടിയിട്ട് നടന്നു തുടങ്ങി. മഹാഭാരതം ഉണ്ടായ സമയം, പാസ്റ്റോറൽ സൊസൈറ്റി മൊത്തം അഗ്രികൾച്ചർ സൊസൈറ്റിയിലോട്ട് തിരിച്ചു പോണ ഒരു സമയം, അല്ലെ? കുറെ സെക്റ്റുകൾ ഉണ്ടായി. ആ ഒരു സെക്റ്റിൽ ഒരു സെക്റ്റായിരുന്നു നമ്മുടെ ജൈനിസം, അല്ലെ? അതിന്റെ കോസസ് ഓഫ് ഒറിജിൻ എന്ന് പറയുന്നത് വർണാസൻ എന്ന് പറഞ്ഞൊരു ഡിവിഷൻ ഉണ്ടായ സമയത്ത് ഈ പ്രൊട്ടസ്റ്റ് ഉണ്ടായി. കാരണം ഡിവിഷൻ മൊത്തം റിജിഡ് ആയി തുടങ്ങി. അങ്ങനെ ആ ഒരു ടെൻഷൻ ഉണ്ടാവുന്ന സമയത്താണ് നമ്മുടെ ജൈനിസം വരാൻ കാരണമായത്. കാരണം എന്തുകൊണ്ടാണ്? നോർത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അയേൺ കണ്ടുപിടിച്ച് അഗ്രികൾച്ചർ മെയിനായിട്ട് വന്നു തുടങ്ങിയ ഒരു സമയമായിരുന്നു. അഗ്രികൾച്ചർ മെയിനായിട്ട് വന്നപ്പം അവിടെ സെറ്റിൽമെന്റ് സ്റ്റാർട്ട് ചെയ്തു, അല്ലെ? സെറ്റിൽമെന്റ് സ്റ്റാർട്ട് ചെയ്ത്
ലാർജ്ലി അവർ അഗ്രികൾച്ചർ ചെയ്യാൻ തുടങ്ങി. വലിയ വലിയ സിറ്റീസ് വന്നു. ഈ സിറ്റീസ് ഒക്കെയാണ് അതിൽ വന്നത്. അങ്ങനെ സിറ്റീസ് ഒക്കെ വന്ന് അവിടെയൊക്കെ എന്താ പറയാ ഒരു വലിയൊരു ഡെവലപ്മെന്റ് വന്ന സമയമായിരുന്നു. ആ സമയത്ത് ആ ഒരു സിറ്റീസ് ഒക്കെ ആയിട്ട് കുറെ റിലേഷൻ നമ്മുടെ മഹാവീരയായിട്ട് അസോസിയേറ്റഡ് ആയിരുന്നു. പിന്നെ കോയിൻസ് വന്നു. മാർക്ഡ് പഞ്ച് മാർക്ഡ് കോയിൻസ് ആണ് വന്നത്. ട്രേഡ് അതുകൊണ്ട് തന്നെ കൂടി. വൈശ്യാസിന്റെ ഇമ്പോർട്ടൻസ് കൂടി. അപ്പൊ ട്രേഡേഴ്സ് കൂടുതൽ പുതിയൊരു റിലീജിയൻ കൊണ്ടുവരാൻ നോക്കി. അതിന്റെ കൂടെ തന്നെ ഒരു വേറൊരു റിലീജിയൻ അവർ സപ്പോർട്ട് ചെയ്തു. അതാണ് മഹാവീരയുടെ റിലീജിയൻ അല്ലെങ്കിൽ ഈ സെക്ട് എന്ന് പറയുന്നത്. കാരണം ഇവര് വർണ്ണ സിസ്റ്റം ഇതിൽ വർണ്ണ എന്ന് പറഞ്ഞൊരു ഡിവിഷൻ ഇല്ല. നോൺ വയലൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. അതുകൊണ്ട് ട്രേഡ് കൂടും. പിന്നെ ബ്രാഹ്മണന്മാര് പറയുന്ന പോലെ മണി ലെൻഡിങ് പാടില്ല എന്നൊന്നുമില്ല. അതുകൊണ്ട് അവർ ഇതിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. പിന്നെ ഈ ഓൾഡ് ഫാഷൻഡ് പ്രിമിറ്റീവ് ലൈഫ് സ്റ്റൈൽ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ഈ സിമ്പിൾ പ്യുവർ പ്രിൻസിപ്പൾ ആയിട്ടുള്ള ജൈനിസം കണ്ടപ്പോൾ അവർ അതിലേക്ക് കൂടുതൽ അട്രാക്റ്റഡ് ആയി. മഹാവീരെ പറയുകയാണെങ്കിൽ ഹിസ്റ്റോറിയൻസ് പറഞ്ഞു ആളാണ് ഇതിന്റെ റിയൽ ഫൗണ്ടർ എന്ന്, ട്രൂ ടീച്ചർ. പക്ഷെ ജൈനസത്തിൽ പറയുന്ന അതിന് മുമ്പ് 23 ആൾക്കാരുണ്ടായിരുന്നു. തീർത്ഥങ്കരാസ് എന്നാണ് അവർ വിളിച്ചിരുന്നത്. അതിൽ ശരിക്കും ആദ്യത്തെ ഫൗണ്ടർ എന്ന് പറയുന്നത് ഋഷഭദേവിയാണ്. അയോധ്യയിൽ ജനിച്ചു വളർന്ന ആള്. അതിൽ 24-ാമത്തെയാണ് മഹാവീര. 23-ാമത്തെ പാർശ്വവാനന്ദ. പാർശ്വവാനന്ദ തൊട്ടാണ് ഇതിന്റെ മെയിൻ ടീച്ചിങ്സ് ഇറങ്ങി തുടങ്ങിയത്. ആള് ഇതേപോലെ റോയൽ ലൈഫ് ഒക്കെ കളഞ്ഞ് ഒരു അസറ്റിക് ആയിട്ട് ഒരു എന്താ പറയാ സന്യാസിച്ച് നടക്കുന്ന ഒരു സന്യാസിയായി മാറിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് നമ്മുടെ മഹാവീര വന്നത്. ഓക്കെ, മഹാവീര എന്ന് പറയുന്നത് ക്ഷത്രിയ കുടുംബത്തിലുള്ള ആളായിരുന്നു. ഈവൻ ലിച്ചവി ചി എന്ന് പറഞ്ഞ ഒരു ആളുടെ സിസ്റ്റർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവർ മഗധ കിങ്ഡായിട്ട് അല്ലെങ്കിൽ ഒരു റോയൽ ആൾക്കാർക്ക് കൂടുതൽ റിലേഷൻ ഉണ്ടായിരുന്ന ഒരു കുടുംബമായിരുന്നു നമ്മുടെ ആരുടെ മഹാവീരയുടെ. 30 വയസ്സിൽ ആള് റോയൽ ലൈഫൊക്കെ വിട്ട് സെർച്ച് ഓഫ് ട്രൂത്തിന് ഇറങ്ങി. 12 വർഷം ആ ജേണി ഉണ്ടായിരുന്നു. ഒരു ഒറ്റ ക്ലോത്ത് ചേഞ്ച് ചെയ്യാണ്ട് കൊണ്ടുവരുന്നത്. മെല്ലെ എല്ലാം അബാൻഡൻ ചെയ്തിട്ടാണ് ആൾ പോയത്. അതുകൊണ്ട് തന്നെ ആളെ കോൺക്വറർ ഓഫ് വൺസെൽഫ് എന്നാണ് വിളിച്ചത്. അങ്ങനെയാണ് ആ മഹാവീര എന്ന് പറഞ്ഞൊരു പേര് വരാൻ കാരണം. ആളെ ഫോളോ ചെയ്യുന്നവർ മൊത്തം ജൈനാസായി. അങ്ങനെ ഇത് മെല്ലെ സ്പ്രെഡായി. 30 വർഷം ഇത് സ്പ്രെഡ് ചെയ്യാൻ എക്സ്പാൻഡ് ചെയ്യാൻ ആൾ നടന്നു. ഓക്കെ, അങ്ങനെ 72 വയസ്സായപ്പോഴേക്കും 468 BC ആൾ മരിച്ചുപോയി. നിർവാണ കിട്ടി. അങ്ങനെ അത് മെയിനായിട്ട് ഉണ്ടായത് ബീഹാറിലെ നളന്ദ എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റിലായിരുന്നു. ജൈനിസത്തിന്റെ ഡോക്ടറിൻസ് പറയുകയാണെങ്കിൽ ഡു നോട്ട് കമ്മിറ്റ് വയലൻസ്, കള്ളം പറയാൻ പാടില്ല, സ്റ്റീൽ ചെയ്യരുത്, ഹോടിയരുത്. അതിൽ ലാസ്റ്റ് ഒബ്സർവ് ബ്രഹ്മചര്യ, കണ്ടിനൻസ് അല്ലെങ്കിൽ സെലിബറി. അത് കൊണ്ടുവന്നത് മഹാവീരയായിരുന്നു. ബാക്കി മുമ്പത്തെ അതിന് മുമ്പ് ഉണ്ടായിരുന്ന സംഭവങ്ങളായിരുന്നു. അതിൽ പാർശ്വവാനന്ദ 23-ാമത്തെ ആൾ പറഞ്ഞത് മുകളിലും താഴെ കവർ ചെയ്യാന്നായിരുന്നു. പക്ഷെ മഹാവീര പറഞ്ഞത് ഒന്നും വേണ്ട, എല്ലാം കളഞ്ഞേക്കുന്നതാണ്. അങ്ങനെയാണ് 2 സെക്ട് ഉണ്ടായത്, ശ്വേതംബരാസും ദിഗംബരാസും. ശ്വേതംബരാസിന് വൈറ്റ് ക്ലോത്ത്സ് ഇടാൻ പറ്റുമെന്നാണ് പറയുന്നത്. ആ ഒരു ടീമിനെ. ദിഗംബരാസ് എന്ന് പറയുന്നവരെ എല്ലാം അബാൻഡൻ ചെയ്യണം. പിന്നെ ഇവര് ഗോഡിനെ റെക്കഗ്നൈസ് ചെയ്തിരുന്നു. പക്ഷെ അതിന് മുകളിൽ ജൈനീസ് ആണ് അവർ കണ്ടിരുന്നത്. പിന്നെ ഇവര് വർണ്ണാസിനെ പറ്റി ഒന്നും പറയുന്നില്ല. വർണ്ണാസിനെ കണ്ടം ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ ഇവർക്ക് വേറൊരു കാര്യം ഉണ്ടായിരുന്നു. വേറൊരു വിശ്വാസം ഉണ്ടായിരുന്നു മഹാവീരയ്ക്ക്. അതായത് നമ്മൾ കൂടുതൽ തെറ്റ് ചെയ്യുമ്പോഴാണ് താഴത്തെ ഒരു ലോവർ എന്താ പറയുക ലോവർ വർണ്ണ അതില്ലെങ്കിൽ ആ ഒരു പൊസിഷനിലേക്ക് നമ്മൾ പോകുന്നതെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർ തിയറി ഓഫ് കർമ്മയിൽ വിശ്വസിച്ചിരുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. അതേപോലെ തന്നെ ഇതിൽ ഒരു ചാൻസ് ഉണ്ട് ലോവർ ആൾക്കാർ അപ്പറിലേക്ക് പോകാൻ വേണ്ടി അല്ലെങ്കിൽ ലിബറേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബൈ അവർ ഫോളോയിങ് പ്യുവർ ലൈഫ്. അതായത് അവർ ജൈനിസം മര്യാദയ്ക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ലിബറേഷൻ കിട്ടുമെന്നാണ് പറയുന്നത്. പിന്നെ മെയിൻ ജെയിൻ ഗോൾ എന്ന് പറയുന്നത് വേൾഡ്ലി ലൈഫൊക്കെ വിട്ടിട്ട് അതിൽ നിന്നൊരു ഫ്രീഡം കിട്ടി സോളിന് ഒരു ലിബറേഷൻ കിട്ടുന്നതിനാണ്. അതിന് റിച്വൽ ഒന്നും ആവശ്യമില്ല. അതിനെന്താണ് വേണ്ടത്? റൈറ്റ് നോളജ്, ആക്ഷൻ ആൻഡ് ഫെയ്ത്ത്. അതിനെയാണ് 3 രത്നാസ് എന്ന് അവർ പറയുന്നത്. ഇവര് വാറും അഗ്രികൾച്ചറും പ്രോഹിബിറ്റ് ചെയ്തു. കാരണം അതിലൊക്കെ ലിവിങ് ബീങ്സിനെ കൊല്ലുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് ട്രേഡും മെർച്ചൻറ്റൈലും തന്നെയായിരുന്നു കിട്ടിയിരുന്നത്. ഇതിന്റെ സ്പ്രെഡിനെ പറ്റി പറയാനാണെങ്കിൽ മഹാവീര ഒരു ഗ്രൂപ്പിനെ ഫോം ചെയ്തു. അതിൽ മെയിലും ഫീമെയിലും എല്ലാവരും പറ്റും. അതേപോലെ തന്നെ അവരാണ് സ്പ്രെഡിന് വേണ്ടി നടന്നിരുന്നത്. ഇവർ യൂസ് ചെയ്തിരുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് പ്രകൃതായിരുന്നു. ഇതിന്റെ ടീച്ചിങ്സ് ഒക്കെ പറയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ കോമണേഴ്സിന് അത് പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ ഇവർക്ക് കൂടുതൽ അങ്ങനെ ഫോളോവേഴ്സ് വന്നില്ല. കാരണം ഇവർക്ക് ബ്രാഹ്മണന്മാരിൽ കൂടുതൽ അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല. കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഇത് ബ്രാഹ്മണന്മാരെ ഒരു സംഭവം തന്നെയാണോ എന്ന് തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ട് അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഇവർ മെയിനായിട്ട് സ്പ്രെഡ് ആവാൻ കാരണം സ്പ്രെഡായ സ്ഥലങ്ങൾ എന്ന് പറയുന്നത് സൗത്തിലും വെസ്റ്റിലായിരുന്നു. അതും മെല്ലെ. കാരണം അവിടെ ബ്രാഹ്മണന്മാർ കുറച്ച് വീക്കായിരുന്നു. അതുകൊണ്ടാണ് അവിടെ സ്പ്രെഡ് ആവാൻ ഹെൽപ്പ് ചെയ്തത്. പിന്നെ കർണാടകയിൽ സ്പ്രെഡ് ആയത് കാരണം ചന്ദ്രഗുപ്ത മൗര്യ ഇത് ഫോളോ ചെയ്തുകൊണ്ടാണ്. അതേപോലെ തന്നെ വേറൊരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഫെമൈൻ ഉണ്ടായി മഗധ് കിങ്ഡത്തിൽ 12 വർഷം വരെ. അപ്പം ഈ മഹാവീരൻ മരിച്ച് 2 വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ ഫെമൈൻ 12 വർഷം വരെ ഉണ്ടാകും. അപ്പം അതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടി നോർത്ത് നിന്ന് സൗത്തിലോട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വന്നു ഭദ്രബാഹുവിൻ്റെ അടിയിൽ വെച്ചിട്ട്. അപ്പോൾ ബാക്കിയുള്ള
താഴെയുള്ളവർ ഈ സ്ഥലബാഹുവിന്റെ അടിയിലും ഇങ്ങനെ നിന്നു. അങ്ങനെ അവർ മെല്ലെ മെല്ലെ 2 ഗ്രൂപ്പായി ഫെമൈൻ കഴിഞ്ഞപ്പോഴേക്കും. എന്നിട്ട് ഈ ജൈനിസം ടീച്ചിങ്സ് ഒക്കെ അവർ മാറ്റി അവരുടെ രീതിയിലാക്കി. അതിന്റെ ബേസിക് കോൺസെപ്റ്റ് ഓഫ് ജൈനിസം വരെ അതിൽ മാറാൻ കാരണം. അപ്പൊ അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അവർ ഒരു കൗൺസിൽ തുടങ്ങി. അതേപോലെ തന്നെ പണ്ടത്തെ ജൈനിസം ടീച്ചിങ്സും കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ കൗൺസിൽ പാട്ലിപുത്രയിൽ അവർ നടത്തി. പക്ഷെ സൗത്തിലുള്ളവർ അത് ബോയ്ക്കോട്ട് ചെയ്തു. അങ്ങനെ മെല്ലെ അവർ 2 ഗ്രൂപ്പായി. സൗത്തിൽ വന്നവർ ദിഗംബരാസും ബാക്കി മഗധയിലുള്ള അല്ലെങ്കിൽ നോർത്തിലുള്ളവരെ ശ്വേതംബരാസ് എന്നാണ് അവർ വിളിച്ചത്. അങ്ങനെ 2 ഗ്രൂപ്പായി. 512 AD അവർ സെക്കൻഡ് കൗൺസിൽ നടത്തി. ആ സെക്കൻഡ് കൗൺസിലാണ് 12 അംഗാസും 12 ഉപംഗാസും, അതായത് സ്ക്രിപ്ചേഴ്സ് ഓഫ് ജൈനിസം അവർ കമ്പൈൽ ചെയ്തത്. പിന്നെ ഇതിന്റെ സ്പ്രെഡ് ഓരോ സ്ഥലത്ത് വന്നത് പറയുന്നുണ്ട്, അതൊന്ന് ഓടിച്ചു നോക്കിയേക്ക്. പിന്നെ ഈ വേറൊരു മെയിൻ ഡിഫറൻസ് പറയുകയാണെങ്കിൽ ബുദ്ധിസം പെട്ടെന്നാണ് സ്പ്രെഡ് ആയത്. ഓക്കെ, പക്ഷെ അതേപോലെ തന്നെ അത് ഡിസപ്പിയർ ആയിപ്പോ. പക്ഷെ ജൈനിസം ഈവൻ ദോ സ്ലോലി സ്പ്രെഡ് ആയെങ്കിലും ഇപ്പോഴും ഈവൻ നൗ ജൈനിസം ഫോളോ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഇപ്പോഴും പല സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ സൊസൈറ്റീനെ പറ്റി പറയുകയാണെങ്കിൽ ഇതാണ് ഭരണ സിസ്റ്റത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് ആദ്യത്തെ ഒരു സീരിയസ് അറ്റംപ്റ്റ് വന്നത്. പ്രാകൃത് ലാംഗ്വേജ് ആണ് അവർ യൂസ് ചെയ്തത്, അവർ മെയിൻ എല്ലാത്തിനും. അങ്ങനെ കുറെ മറാത്തി, കന്നഡ അങ്ങനത്തെ കുറെ ലാംഗ്വേജ് ഇൻസ്പയർ ചെയ്യാൻ കാരണമായി. പിന്നെ ആർക്കിടെക്ചർ പറയുകയാണെങ്കിൽ വെസ്റ്റിലാണ് അതിന്റെ മെയിൻ ടെമ്പിൾസ് ഉണ്ടായിരുന്നത്. പിന്നെ 2 കേവ് ഉണ്ടായിരുന്നു, ഉദയഗിരി അതേപോലെ തന്നെ ഖന്ദഗിരി. ആ 2 കേവ് മെയിൻ ആയിട്ട് ഇതിന്റെ ആർക്കിടെക്ചർ കാണിക്കാൻ പറ്റുന്ന ഒരു കേവാണ്. അതിൽ ഖന്ദഗിരി എന്ന് പറയുന്നത് കാരവേല ഉണ്ടാക്കിയതാണ്. പിന്നെ ഗോമതേശ്വര എന്ന് പറഞ്ഞൊരു സ്റ്റാച്ചു ഉണ്ടായിരുന്നു. വെസ്റ്റിലെ ഏറ്റവും ടോളസ്റ്റ് മോണോലിത്തിക് സ്റ്റാച്ചു ആയിരുന്നു ഗോമതേശ്വര സ്റ്റാച്ചു. ഓക്കെ, പിന്നെ ദിൽവാര എന്ന് പറഞ്ഞൊരു ടെമ്പിൾ ആയിരുന്നു രാജസ്ഥാനിൽ. അത് തീർത്ഥങ്കരാസിന് വേണ്ടിയിട്ട് മാർബിൾ കാർവ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു ടെമ്പിൾ ആയിരുന്നു. ഇതിന് ഡിക്ലൈൻ വന്നതിന്റെ കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ പറ്റിയില്ല. എന്തുകൊണ്ട്? കാരണം ഇവർ ബ്രാഹ്മിൻസ് മൊത്തം ഇതിനെ എഗെയിൻസ്റ്റ് ആയിട്ട് ബോയ്ക്കോട്ട് ചെയ്തു. കാരണം ഇവർ ബ്രാഹ്മണന്മാർക്ക് എതിരായിട്ട് വന്നുകൊണ്ട്. പിന്നെ റിഗ്രസ് പ്രിൻസിപ്പിൾ ആയിരുന്നു, എല്ലാവർക്കും അത് ഫോളോ ചെയ്യാൻ പാടാണ്. കാരണം ഫാസ്റ്റിംഗ്, റിനൗൺസിയേഷൻ, പാട്രണേജ് അത്ര കിട്ടിയില്ല. പിന്നെ വേറെ റീസൺ അതുകൊണ്ട് തന്നെ മെല്ലെ മെല്ലെ പിന്നെ ഇത് കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അപ്പം തന്നെ കറക്റ്റ് 2 സെക്റ്റായി. അങ്ങനെ അത് ഡിവൈഡ് ചെയ്ത് പോയി. പിന്നെ ഇത് കൂടുതലും അവരുടെ മൊണാർക്കിക്കായിരുന്നു. അങ്ങനെയൊക്കെ വന്നപ്പോഴേക്ക് ഇത് മൊത്തം അങ്ങോട്ട് ഡിക്ലൈൻ ആയിട്ട് പോയി. അങ്ങനെയാണ് ചൈനീസ് ഇല്ലാണ്ടത്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്തായിരിക്കും പഠിക്കുന്നുണ്ടാവുക? ബുദ്ധിസം. രണ്ടാമത്തെ സംഭവമാണ് നമ്മൾ ബുദ്ധിസാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ബുദ്ധിസാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്, എന്ത് അറ്റൻഡൻസ് രേഖപ്പെടുത്താ, ലൈക്ക് ഇടുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിലിടുക. ഞാൻ എല്ലാ കമന്റും എപ്പോഴും നോക്കുന്നതാണ്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ട് കണ്ട അടുത്ത ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ ക്ലാസ് തുടങ്ങത്തുള്ളൂ. അല്ലെങ്കിൽ അവിടെ തന്നെ അത് റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ അതിന് റിപ്ലൈ തരുന്നതാണ്. ഓക്കെ, അപ്പൊ കമന്റ്സ് ഇടുക. അപ്പൊ എല്ലാവരും ഇതിരുന്ന് കാണുക. ഇത് കണ്ടു പോകരുത്. മെയിൻലി ഇത് കണ്ടിപ്പോൾ അടുത്ത ക്ലാസ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പഴയ ക്ലാസ് മറന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് റിവിഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ റിവൈസ് ചെയ്യുക. പഴയ ക്ലാസ്സിലോട്ട് പോയിട്ട് പിന്നെയും റിവൈസ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ നോട്ട്സ് എഴുതുന്നുണ്ടെങ്കിൽ ആ നോട്ട്സ് ഒന്നും കൂടി ഒക്കെ നോക്കുക. പോകുന്നതനുസരിച്ച് അത് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങളുടെ തലയിൽ അത് കറക്റ്റായിട്ട് രജിസ്റ്റർ ആവുന്നത്. ഓക്കെ, അപ്പോൾ ലൈക്ക് അടിക്കാൻ മറക്കരുത്. പിന്നെ എനിക്ക് ഒരു ഡൗട്ട് വന്നത്, ഫസ്റ്റ് ക്ലാസ്സും സെക്കൻഡ് ക്ലാസ്സിനും അറൗണ്ട് 10 ലൈക്സ് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് തേർഡ് ക്ലാസ്സിന്റെ പാർട്ട് 1 പാർട്ട് 2 തേർഡ് ക്ലാസ്സിലാണെന്ന് എനിക്ക് തോന്നുന്നു. അത് കഴിഞ്ഞ് ഫോർത്ത് ക്ലാസ്സിലുണ്ട്. അപ്പം എനിക്ക് മനസ്സിലായില്ല, ഈ സെക്കൻഡ് ക്ലാസ്സിന്റെ അല്ലെങ്കിൽ തേർഡ് ക്ലാസ്സിന്റെ ഒരു തേർഡും ഫോർത്തും ക്ലാസ്സുകൾക്ക് ജസ്റ്റ് 3 or 4 ലൈക്സ് ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇപ്പം ലേറ്റസ്റ്റ് വന്നൊരു ക്ലാസ്സിന് തിരിച്ച് 10 ലൈക്സ് തന്നെ കിട്ടി. അപ്പം ആദ്യത്തെ ക്ലാസ് എല്ലാവരും കണ്ട് ലൈക്കൊക്കെ അടിച്ചിട്ട് പിന്നത്തെ 2 ക്ലാസ് ആരും കണ്ടില്ലേ, എന്നിട്ട് ഒറ്റയടിക്കിട്ട് ലേറ്റസ്റ്റ് ക്ലാസ്സിലോട്ട് വന്നോ? അങ്ങനെ പോരുതട്ടെ. ഈ ഇടയ്ക്ക് വിട്ടുപോയ ക്ലാസ്സുകളൊന്ന് കാണണേ. അപ്പൊ എനിക്ക് അത് കണ്ടിട്ട് ഒരു ഡൗട്ട്. അപ്പൊ നിങ്ങൾ കാണണം കേട്ടോ. അത്രേ ഉള്ളൂ. പിന്നെ കറക്റ്റ് ഏതാന്ന് എനിക്ക് പറയാൻ അറിഞ്ഞൂട്ടോ. ഞാൻ ക്ലാസ്സുകൾ നോക്കിയപ്പോൾ ആദ്യത്തെയും ലാസ്റ്റത്തെയും ഫുൾ 10 ലൈക്സ് ഉണ്ട്. 10 പിള്ളേരിന്ന് കാണുന്നുണ്ട്. എനിക്ക് ഐ എം സോ ഹാപ്പി. പക്ഷെ എൻ്റെ ഇടയ്ക്കുള്ളവരാകെ 4 പേരൊക്കെ കണ്ടിട്ടുള്ളൂ. സോ അങ്ങനെ ആവരുത്. എല്ലാ ക്ലാസ്സും ഒരുമിച്ച് കണ്ടോണ്ട് പോയിക്കോളണം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. പൂജ ഹോളിഡേയ്സ് ഒക്കെ എൻജോയ് ചെയ്യൂ. ബൈ.